ശ്രീമദ് ഭാഗവതം ക്ലാസ് 69. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്കന്ധം 4 അധ്യായം 7 ഇത് ദക്ഷയജ്ഞ സമാപനമാണ്. അപ്പം ദക്ഷൻ തന്നെയാണ് എല്ലാ യജ്ഞങ്ങളും നടത്തേണ്ടത്. അപ്പോൾ ആ യജ്ഞം നടത്തുമ്പോഴുള്ള ഒരു സംഭവം മാത്രമാണ് ദക്ഷൻ തന്നെ ചിലപ്പോൾ ആ ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ പോകുമ്പോൾ ഓർബിറ്റ് ഇല്ലാതെയാകും, പിന്നെ അത് ഇല്ലാതെയാകും, പിന്നെ തിരിച്ച് പിന്നെ അത് പുനഃസ്ഥാപിക്കും. കാരണം ആറ്റത്തിൻ്റെ ഓർബിറ്റ് പിന്നെയും ഇലക്ട്രോൺ വരുമ്പം പുനഃസ്ഥാപിക്കും. അപ്പോൾ പിന്നെ ആദ്യം പല യജ്ഞങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിട്ടാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. അപ്പം ദക്ഷൻ തന്നെയാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഓരോ യാഗം നടക്കുമ്പോൾ, യജ്ഞം നടക്കുമ്പോൾ ചില മാറ്റങ്ങൾ ആറ്റങ്ങളിൽ സംഭവിക്കും. ഒന്നിന് മൈത്രേയം പറയുകയാണ്, അങ്ങനെ ബ്രഹ്മാവിനാൽ അനുനയിക്കപ്പെട്ട പരമശിവൻ മന്ദഹസിച്ച് പറഞ്ഞു. ബ്രഹ്മാവാണല്ലോ പരമശിവന്റെ മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വലിയ വ്യക്തികളൊന്നും ഇങ്ങനത്തെ നിസ്സാര കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ രണ്ടിൽ പറയുകയാണ്, സർവേശ്വരൻ്റെ ലീലയിൽ അകപ്പെട്ട ബാലിശന്മാരായ ഇവരുടെ പ്രവൃത്തിയെ അല്ലെ അവരുടെ അപരാധത്തെ ഞാൻ വലുതായി എടുക്കാറില്ല. കാരണം ഇതെല്ലാം ഒരാളുടെ മായയുടെ ഫലമായിട്ടാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്. പിന്നെ അവനെ കുറ്റം പറയുന്നതിൽ വേറെ കാര്യമൊന്നുമില്ല. സാധാരണ ജനങ്ങൾ മായയിലകപ്പെട്ടിട്ട് എന്തെല്ലോ കാട്ടിക്കൊണ്ടു. യഥാർത്ഥത്തിൽ അവർ കുറ്റക്കാരുമല്ല. അതുകൊണ്ട് ഞാനത് വലുതായിട്ടൊന്നും എടുക്കാറില്ല, ഓർക്കാറുമില്ല. അതൊന്നും ഞാൻ ഓർക്കലുമില്ല. കാരണം ആ അപരാധത്തിന് അവർ ശിക്ഷിക്കപ്പെട്ടതാണ്. ആ അപരാധത്തിന് അവർ തന്നെയാണ് അവരുടെ ശിക്ഷ അനുഭവിക്കുന്നത്. പിന്നെ ഞാൻ കയറിയിട്ട് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയും ന്യൂക്ലിയസ് ഒന്നിലും ഇടപെട്ടിട്ടില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള ഒരു ബലം, വീരഭദ്രൻ എന്നൊരു ബലമാണ് വന്നിടപെട്ടത്. അല്ലാതെ ന്യൂക്ലിയസ് അതിലൊന്നും, ഇല്ലെങ്കിൽ ശിവൻ അതിലൊന്നും ഇടപെടില്ല. എന്നിട്ട് ദക്ഷണന് യാഗം നടത്തേണ്ടിക്കുന്ന തലവാണല്ലോ. തലയറുത്തു പോയ ദക്ഷന് ആടിൻ്റെ മുഖമുള്ള തലയുണ്ടാവട്ടെ. അതിൻ്റെ ഫലമായിട്ട് ആടിൻ്റെ മുഖമുള്ള തലയുണ്ടാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കെമിസ്ട്രി പഠിച്ചവർക്കറിയാം, രണ്ടാറ്റങ്ങൾ കൂടിച്ചേർന്ന് ഇങ്ങനെയാണ് ഓർബിറ്റുകൾ കൂടി. ഇതാണ് ദക്ഷൻ. ഇത് കൂടിച്ചേർന്നിട്ട് പിന്നെ ഉണ്ടാകുന്ന ഏകദേശം ഇങ്ങനെയാണ്. ഒരു ആടിൻ്റെ തല പോലെ അവിടെ ചിത്രീകരിച്ചു എന്നേ ഉള്ളൂ. ആ ഒരു റൗണ്ട് ഷേപ്പ് പോയിട്ട് വേറൊന്നുമായിട്ട് കൂടിച്ചേരുമ്പോൾ അതിലൊരു വലുപ്പത്തിൽ വല്ലൊരു ചെറിയ വ്യത്യാസം വരും. തല കുറച്ച് നീണ്ടിട്ട് വരും. കാരണം ഈ രണ്ടും വേർപെടുകയാണെങ്കിൽ ഈ ആറ്റങ്ങൾ പിന്നെയും മറ്റേതുമായിട്ടുള്ള ആകർഷണം കൊണ്ട് അതിലൊരു ഷേപ്പിൽ ചെറിയ മാറ്റം ഉണ്ടാകും. ആ നിലയിൽ ഇതിനെ കാണണം. എന്നിട്ട് അപ്പോൾ ദക്ഷന്റെ പ്രശ്നം സോൾവായി. ഭഗൻ തനിക്കുള്ള യജ്ഞഭാഗത്തെ മിത്രന്റെ നേത്രം കൊണ്ട് കാണട്ടെ. മിത്രൻ എന്നത് അനുകൂലമായ സാഹചര്യമാണ്. എല്ലാ കർമ്മങ്ങളും അനുകൂലമായ സാഹചര്യത്തിലൂടെയാണ് സാധിക്കുക. സാഹചര്യം അനുകൂലമാണ്. അപ്പോൾ അതെപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മിത്രന്റെ കണ്ടുകൊണ്ട് കാണട്ടെ എന്ന്. അപ്പോൾ നമുക്ക് കാണേണ്ടിക്ക് നമ്മളെ കണ്ടും കൊണ്ട് കാണാം. നമ്മളെ സുഹൃത്തുക്കൾ വളരെ നല്ലതാണെങ്കിൽ അവരിലൂടെയും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചങ്ങാതി നന്നായാൽ എന്ന് പറയുന്നതിൻ്റെ വേറൊരു രൂപത്തിൽ പറയുകയാണ്. പിന്നെ നമുക്ക് കണ്ണു വേണ്ട. അതേപോലെ 4 പറയുന്ന പുഷാബി യജ്ഞകർത്താവിൻ്റെ പല്ലുകൾ കൊണ്ട് ഭക്ഷിക്കട്ടെ. യജ്ഞകർത്താവ് കൊണ്ടാണ് പുല്ലുകൾ ഭക്ഷിക്കുന്നത്. ഇതെല്ലാം രാസപ്രവർത്തനങ്ങളിലൂടെയാണ്. ശരിക്കും അവനവൻ്റെ വായു കൊണ്ട് തിന്നുന്നതായിട്ട് കാണരുത്. ഇതെല്ലാം ചില രാസപ്രവർത്തനങ്ങളായതുകൊണ്ട് ആ യജ്ഞകർത്താവ് കൂടെയാണ് ആ വസ്തുക്കളെ ആഗീരണം ചെയ്യുന്നത് എന്ന നിലയിൽ ഇതെല്ലാം കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് കാണേണ്ടി വരും.
എന്നിട്ട് എന്ത് പറയുന്നു? ആര് തനിക്ക് യജ്ഞം നൽകുന്നുവോ അതെല്ലാം ഇതിൽ പങ്കെടുക്കുന്ന ദേവന്മാർ, ആ ദേവന്മാര് സമ്പുഷ്ടിയോടെ സർവാംഗത്തോടു കൂടിയവരായി മാറട്ടെ. ഒരു യജ്ഞം നടക്കുമ്പോൾ അതിലുള്ള പങ്കെടുക്കുന്ന വസ്തുക്കളെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അതിനാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, പങ്കെടുക്കുന്നവർക്ക്. ഉദാഹരണം, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോൾ ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോണും ഓക്സിജന്റെ പങ്കെടുക്കുന്ന വേറൊരു ദേവന്റെക്കാണ് പോയി ചേരുന്നത്. അപ്പോൾ മറ്റുള്ള ദേവന്മാർ പങ്കെടുക്കുന്നതിലും അതിൽ പങ്കെടുക്കുന്നുണ്ട്, ഫലം കിട്ടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു സാമ്പാർ വെക്കുകയാണെങ്കിൽ ആ വെണ്ടക്കയിൻ്റെ അകത്ത് തക്കാളിൻ്റെ രസവും കയറി വരും, തക്കാളിയിൽ വെണ്ടക്കൻ്റെ രസവും അങ്ങോട്ട് കയറി വരും. അങ്ങനെ ശരീരം പുഷ്ടപ്പെടും. ഈ ശാപത്തിനെല്ലാം പരിഹാരം പറയുകയാണ്, അതിലെല്ലാം മാറ്റം സംഭവിക്കുകയാണ്. ഒരു രാസപ്രവർത്തനത്തിൽ നടക്കുമ്പോൾ എല്ലാം അതിൽ പങ്കെടുക്കുന്നതിന് മാറ്റം വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വെണ്ടക്കേൻ്റെ ടേസ്റ്റ് പലതിനും കയറി പോകുന്നുണ്ട്, മറ്റേണ്ടത് ഇപ്പം തിരിച്ചു വരുന്നത്, എല്ലാത്തിനും ഒരു പരിവർത്തനം സംഭവിക്കും. പിന്നെ 5 അധ്വരിക്കളും ഋത്തിക്കുകളും അശ്വനി കുമാരന്മാരുടെ ഭുജം കൊണ്ടും പുഷാവിൻ്റെ കരങ്ങൾ കൊണ്ടും കൽപ്പിതമായ ബാഹുക്കളോടുകൂടി. അപ്പോൾ അവരുടെ ബാഹുക്കൾ എന്ന് പറയുന്നത് ഈ അധ്വരിക്കളും ഋത്തിക്കുകളും അശ്വനി കുമാരന്മാരുടെയും പുഷാവിൻ്റെയും എല്ലാം കരങ്ങളെ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സഹായിക്കുന്ന അതിലുള്ള ബലമാണ്. ആ ബലം എന്ന് പറയുന്നത് അശ്വനി കുമാരന്മാരും ഈ പുഷാവിലൂടെയെല്ലാം ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരാളെ അടിക്കുന്നുണ്ടെങ്കിൽ ഈ അടിക്കുന്നത് എന്ന ബലം ആരാണ്? അശ്വനി കുമാരന്മാരാണ്. ബലത്തെ നമ്മൾ അശ്വനി കുമാരന്മാരായിട്ട് പണ്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുഷാവ് ആറ്റങ്ങളിലുള്ള ഓർബിറ്റുകളെല്ലാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കർമ്മം. നമ്മളൊരു അടിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ ഇതിൻ്റെ അകത്ത് ചില രാസപ്രവർത്തനങ്ങൾ, അതിലെ ഓർബിറ്റുകളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അതിലൂടെയാണ് നമുക്ക് ബലം കിട്ടുന്നത്. ആ ബലം തന്നെ അശ്വനി കുമാരന്മാരാണ്. അപ്പോൾ ഇവരെല്ലാം കൂടിയുള്ള ഒരു യോഗത്തിലൂടെയാണ് കർമ്മങ്ങൾ നടക്കുന്നത്. എന്നിട്ട് ഭൃഗുമുനിയാകട്ടെ ആടിൻ്റെ താടി വെച്ചവനായി ഭവിക്കട്ടെ. ആടിൻ്റെ താടി പോലെ ആയിത്തീരുന്നു ഭൃഗുവിൻ്റെ ഒരു കർമ്മം കഴിയുമ്പോൾ അതിൽ വരുന്ന എല്ലാതരം വ്യത്യസ്ത ദേവതകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ ഇവിടെ പല രൂപത്തിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഇതെല്ലാം കുറച്ച് സയൻസിലൂടെ കൂടുതൽ അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അതും കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് രാസപ്രവർത്തനത്തിൽ നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ്. എന്നിട്ട് മൈത്രേയൻ പറയുന്നു, അത് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നന്നായി നന്നായി എന്ന് പറഞ്ഞു. അതായത് അതിൽ പങ്കെടുത്ത ദക്ഷനും പ്രശ്നമില്ല, ദക്ഷന് ഒരു ഷേപ്പ് കിട്ടി, ആടിൻ്റെ തലമാരിയായി. പിന്നെ ദേവതകൾക്കെല്ലാം അതിനു വേണ്ട ഉന്മേഷം കിട്ടുന്നു, അതിൻ്റെതായ മാറ്റങ്ങൾ ദേവതകളിൽ ഉണ്ടാകുന്നു. എല്ലാ വസ്തുക്കളും പങ്കെടുക്കുന്ന എല്ലാത്തിനും അതിൻ്റെതായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അവർ നന്നായി നന്നായി എന്ന് തുടരെ പറഞ്ഞു. അനന്തരം ശിവനോട് ദേവന്മാർ തന്നെ ഭഗവാൻ തന്നെ ഇതെല്ലാം ശിവനോട് ഭഗവാൻ തന്നെ ഇതെല്ലാം സാധിപ്പിക്കണമെന്ന് അപേക്ഷിച്ച ശേഷം അവിടെയുള്ള ദേവന്മാർ ഇവരെല്ലാം തന്നെ ആരോട് പറഞ്ഞു? ശിവനോട് തന്നെ പറഞ്ഞു, അങ്ങ് തന്നെ ഇതെല്ലാം സാധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ദേവന്മാരും ഋഷികളും എല്ലാം ശിവനോടും ബ്രഹ്മാവിനോടൊപ്പം നേരെ എവിടത്തേക്ക് പോയി? യജ്ഞശാലയിലേക്ക് പോയി. എവിടെയാണോ യജ്ഞം നടന്നത്, എവിടെയാണോ ഇലക്ട്രോണ് പോയി വേറൊന്നിനും പോയി ലയിച്ചത്, എവിടെയാണോ സതി ആത്മഹത്യ സ്വന്തം ദേഹം വെടിഞ്ഞത്, ആ യജ്ഞശാലയിലേക്ക് തന്നെ അവരാദ്യം എത്തി. ഇനി ആ യജ്ഞശാലയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്.
എന്നിട്ട് അവിടെ വെച്ചിട്ട് രുദ്രൻ അവിടെ എത്തിയപ്പോൾ രുദ്രൻ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞ പ്രകാരം തന്നെ ദക്ഷന്റെ ഉടലോടുകൂടി അവിടെ അടുത്ത ഒരു ആടിൻ്റെ തല കൂട്ടിച്ചേർത്തു. അപ്പൊ ആടിൻ്റെ തല കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രണ്ടാറ്റങ്ങൾ ഇതിലുള്ള ഇലക്ട്രോൺ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ രണ്ട് തരത്തിലുണ്ടാകും. ഒന്നിങ്ങനെ ചേരുക, അപ്പോൾ ഒരു തലയും കൂടി ഇത് വരും. അപ്പോഴാണ് തന്മാത്രയായി മാറുന്നത്. എങ്ങനെയെന്നാൽ ഇപ്പം രണ്ട് ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒന്നിക്കിങ്ങനെ കൂടിച്ചേരും, അല്ലെങ്കിൽ ഇതും ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ അത് ചേർന്ന് നടക്കും. അപ്പോൾ ഇത് ഏകദേശം വേറൊരു തലയും കൂടിയും ചേർത്ത് വെച്ചതായിട്ട് രണ്ട് തലയും കൂടിയും ഒരു തലയുടെ കൂടെ ദക്ഷൻ്റെ ശരീരത്തോട്, ഇത് ദക്ഷൻ്റെ ശരീരം, അതോട് വേറൊരു തലയും കൂടിയും ചേർത്ത് വെച്ചതായിട്ട് തോന്നും. എന്നിട്ട് 9 ദക്ഷൻ അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ പോലെ ഉണരുകയും ശിവനെ മുന്നിൽ കാണുകയും ചെയ്തു. 10 ശിവവിദ്വേഷത്തിൽ പങ്കിലമായിരുന്ന ദക്ഷൻ ആ നോട്ടം കണ്ടപ്പോൾ ആ ദർശനത്തിലൂടെ എന്തുപറ്റി? അവൻ നല്ല തെളിവുറ്റവനായി മാറി. ഒരു 11 പറയാണ്, ശിവനെ സ്തുതിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തിന് മരിച്ചുപോയ മകളെ ഓർത്ത് കണ്ണുനീർ വാർത്തു. പിന്നെ 12 പറയാണ്, പിന്നെ ദുഃഖം തീരാതെ എഴുന്നേറ്റ് ശിവനെ സ്തോത്രം ചെയ്തു. ഇനി 13 എന്നിട്ട് പറയുകയാണ്, അപമാനിക്കപ്പെട്ടവനാണെങ്കിലും നിന്റെ ഒരു വഴി എനിക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തത്. അപമാനിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങോട്ട് കിട്ടിയത് വലിയ അനുഗ്രഹമാണ്. കാരണം എന്നെ ശിക്ഷിച്ചു, അതൊരനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അപമാനിച്ചത് കൊണ്ട് ബ്രഹ്മാവിനും സാധാരണ ബ്രാഹ്മണർക്ക് പോലും അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല. കാരണം ശിവനെ അപമാനിക്കുന്നതിൽ ആരെങ്കിലും പറയുന്നതിൽ അതിന് അത്രയും പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്. പിന്നെ ബ്രഹ്മാവും ശ്രീഹരിയും ഒന്നും അതിനൊന്നും ഒരു പ്രാധാന്യം കാണില്ല. അതായത് അങ്ങ് അത്രയും ഉയർന്ന നിലയിലാണ്. എന്നിട്ട് 14 പറയുകയാണ്, നിന്തിരുവടി ആദിയിൽ ബ്രഹ്മാവായി വന്ന് ആത്മതത്വം ഉപേക്ഷിക്കാൻ ബ്രാഹ്മണരെ മുഖത്തിൽ നിന്നും സൃഷ്ടിച്ചു. അപ്പൊ ആദ്യം പ്രപഞ്ചമുണ്ടാകുമ്പോൾ വന്ന ശക്തി വിശേഷമാണ് അങ്ങ്. അതിൻ്റെ ശേഷമാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ വന്നത് എന്തായിട്ടാണ്? ആ ബ്രഹ്മവായിട്ട് തന്നെയാണ് വന്നത്. അങ്ങ് തന്നെയാണ് ബ്രഹ്മവായിട്ട് വന്നത്. എന്നിട്ട് ആത്മതത്വം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തലയിൽ നിന്ന് ബ്രാഹ്മണരെ സൃഷ്ടിച്ചു. അതിനാൽ പശുക്കളെയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വടിയായിട്ട് പയ്യന്മാർ പശുക്കളെ നോക്കി നടക്കുന്നവർ നടക്കുന്നത് പോലെ അങ്ങ് തന്നെയാണ് ബ്രാഹ്മണരെ എല്ലാ കാലത്തും നല്ല ആൾക്കാരെ സംരക്ഷിക്കുവാനായിട്ട് നിൽക്കുന്നത്. ഇനി 15 എന്നിട്ട് പാണ്ഡ്യൻ പറയാനാണ്, ദുഷ്പ്രഭാഷണങ്ങളാൽ അല്ലെങ്കിൽ പറയുന്ന മോശം വാക്കുകളാകുന്ന ബാണങ്ങളാൽ ഞാൻ അങ്ങയെ അപമാനിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് ഒരു ഘട്ടം വന്ന് ഞാൻ നീതിയേക്ക് പതിക്കുമ്പോൾ അങ്ങ് എന്നെ തൃക്കണ്ണാൽ കാത്തു രക്ഷിച്ചു എന്ന് പറയുകയാണ്. എന്നെ അങ്ങ് രക്ഷിക്കുക. ഞാൻ പതിച്ചാണ് നീതിയേക്ക് പോകുമ്പോൾ അങ്ങ് തന്നെയാണ് എന്നെ ഉദ്ധരിച്ച് ഈ നല്ല നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും 16 മൈത്രേയൻ പറയുന്നു, ഇത്തരത്തിൽ ദക്ഷൻ രുദ്രനോട് ക്ഷമാപണം ചെയ്തു. ഞെട്ടി ഉണർന്നപ്പോൾ ആടിൻ്റെ തലയാണെങ്കിലും കണ്ട് എല്ലാം നല്ലതായിട്ട് തീർന്നു. ഗുണമേ ഉണ്ടായിട്ടുള്ളൂ, എല്ലാം മോശം ഉണ്ടായിട്ടില്ല. അഹങ്കാരം എല്ലാം പോയി.
പിന്നെ ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം, ബ്രഹ്മാവാണല്ലോ സൃഷ്ടി നടത്തേണ്ട കക്ഷി, ഇതെല്ലാം സൃഷ്ടിയുടെ ഭാഗമാണല്ലോ. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ആചാര്യൻ, ഋത്തിക്കുകൾ, അഗ്നി എന്നിവരോടുകൂടി യജ്ഞകർമ്മത്തെ തുടർന്നു നടത്തി. അതിനുശേഷം യജ്ഞം തുടരുവാൻ തുടങ്ങി. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പഠിച്ച് ഇത് കർമ്മം ചെയ്യാൻ, ഏത് കർമ്മങ്ങളും ചെയ്യുന്നവർ എന്ത് ചെയ്തു, മുറപ്രകാരം യജ്ഞം നടത്താൻ വേണ്ടി ആരംഭിച്ചു. അപ്പോൾ അതിനുള്ള തടസ്സങ്ങളെല്ലാം നീക്കുവാൻ വേണ്ടിയായിട്ട് 3 സ്ഥലങ്ങളിലായി യജ്ഞീയ ഹവിസിനെ ഒരുക്കി വെച്ചു. 3 സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ 3 തരത്തിലാണ് എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. നമുക്കറിയാം 3 ലോകങ്ങളുണ്ട്, 3 കാലങ്ങളുണ്ട്. ഭൂതം, ഭാവി, വർത്തമാനം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള 3 ഉണ്ട്. എല്ലാം 3 ലോകങ്ങളായിട്ടുണ്ട്. ഇവിടെ യജ്ഞമെല്ലാം നടക്കുന്ന ഈ 3 ലോകങ്ങളിൽ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ആറ്റത്തിൽ തന്നെയാണെങ്കിലും 3 തരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അങ്ങനെ 3 തരത്തിലാണ് ഹവിസുകൾ അർപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് അതിലൂടെ അജ്ഞരുക്കളോടുകൂടി അന്ധകരണത്താൽ ധ്യാനിച്ചപ്പോൾ, മനസ്സിൽ ധ്യാനിച്ചപ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷനായി. കാരണം എല്ലാ യജ്ഞങ്ങളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം മഹാവിഷ്ണുവിനാണ്. സംരക്ഷിക്കുന്ന ശക്തിവിശേഷമാണ് മഹാവിഷ്ണു. അപ്പോൾ 10 ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള തേജസ്സോടുകൂടിയാണ് ഭഗവാൻ വിഷ്ണു അവിടെ വന്നത്. 10 ദിക്കുകൾ എന്ന് പറഞ്ഞാൽ വടക്ക്, തെക്ക്, കിഴക്ക്, 16. പിന്നെ കന്നിമൂല മറ്റേ ഇത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. വടക്ക്, തെക്ക്, കിഴക്ക്, വടക്ക്, തെക്ക്, പിന്നെ വടക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, ഇങ്ങനെയെല്ലാം ആയിട്ടുള്ള 8 ദിക്കുകളുണ്ട്. പിന്നെ മുകളിലും താഴെയും. അപ്പം പിന്നെ 2. അങ്ങനെ 10 ദിക്കുകളിൽ പ്രകാശിപ്പിക്കൊണ്ട്, ലോകം മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ഉള്ള തേജസ്സോടുകൂടി ഭഗവാൻ അവിടെ എത്തി. പിന്നെ ഭഗവാനെ പറ്റിയുള്ള വർണ്ണനകളാണ് വിട്ടുവിട്ടാണ് പറയുന്നത്. എല്ലാം വെറുതെ സമയം കളയാതിരിക്കാൻ. 20 നീലവർണ്ണനായി പൊന്നാട ചാർത്തി സൂര്യനെ പോലെ തിളങ്ങുന്ന, ഇനിയൊന്നും വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല, തിളങ്ങുന്ന കിരീടം ധരിച്ചിട്ട്, അതായത് ലോകത്തിൻ്റെ നിയന്ത്രണമെല്ലാം സംരക്ഷണമെല്ലാം സംരക്ഷിക്കുന്ന രാജാവ് എന്ന നിലയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. കറുവണ്ട് പോലുള്ള കുറുനിരകൾ, ശംഖ്, പത്മം, ചക്രം, അമ്പ്, വില്ല്, ഗദ, വാൾ, പരിചാൻ എന്നിങ്ങനെ ോടുകൂടി 21 തിരുമാറിൽ കുടികൊള്ളുന്ന ശ്രീ വല്ലഭയോടുകൂടിയവനും വനമാല അണിഞ്ഞവനും മന്ദഹാസവും വീക്ഷണവിലാസത്താലും ലോകത്തെ രമിപ്പിക്കുന്ന, അപ്പം മന്ദഹാസത്തിലൂടെയും ഒരു പ്രത്യേക വീക്ഷണത്തിലൂടെയെല്ലാം ലോകത്തെ രമിപ്പിക്കുന്ന ശിരസിന് മുകളിലെ വെൺകൊറ്റക്കുടയെല്ലാം ഉണ്ട്. ഇനി 22, 23 പറയാം. ബ്രഹ്മം, ഇന്ദ്രൻ, ശ്രീരുദ്രൻ എന്നീ നേതാക്കളോടൊപ്പം വന്നു ചേർന്ന ദേവവൃന്ദത്തെ കണ്ടിട്ട്, അപ്പോൾ ഇങ്ങനെയല്ല ഇരിക്കുന്ന, കുറേയെല്ലാം വിട്ടിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെയല്ല ഇരിക്കുന്ന ഭഗവാനാണ് വന്നത്, വിഷ്ണുവാണ് വന്നത്. അപ്പോൾ ബ്രഹ്മാവ്, ഇന്ദ്രൻ, ശ്രീരുദ്രൻ എന്നീ നേതാക്കളോടൊപ്പം വന്നു ചേർന്ന ദേവവൃന്ദത്തെ കണ്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നമസ്കരിക്കും. ഇതെല്ലാം കഥയിൽ എണീറ്റ് നമസ്കരിക്കും എന്ന് പറഞ്ഞ ചില ഫലങ്ങളാണ്. അതുകൊണ്ട് കഥയിൽ അങ്ങനെയെല്ലാം പറയും. അപ്പോൾ ഈ ദേവഗണങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇടറിയ വാക്കുകളോട് കൂടിയിട്ട് അവർ ശ്രീഹരിയെ കൈകൂപ്പി സ്തുതിച്ചു. 24 പറയുന്നു. അപ്പൊ ഈ വന്ന ബ്രഹ്മാദി ദേവന്മാരെല്ലാം യാതൊരു ഗുണവും ഭഗവാന്റെ ഗുണഗണങ്ങളെ താണനിരിയിലുള്ളവരെങ്കിലും ഭഗവാന്റെ ഗുണങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവരെല്ലാം താണനിരിയിലാണുള്ളത്.
അപ്പം മഹാവിഷ്ണുവാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ തന്നെയായിട്ട് ഇവിടെ നമ്മൾ കാണണം. അപ്പം അവര് അത്രമാത്രം അറിവുകൾ ഈ വിഷ്ണുവിൻ്റെ അത്രയൊന്നും അറിവില്ലാത്തവരല്ലെങ്കിലും, അത്ര ജ്ഞാനമൊന്നും കൂടിയവരല്ലെങ്കിലും, അല്ലെങ്കിൽ താണ നിലയിലുള്ള അവർക്ക് മാത്രമേ വിഷ്ണുവിനെ പറ്റി അവർക്കുള്ളൂ. കാരണം യഥാർത്ഥത്തിൽ ഇവിടെ ബ്രഹ്മത്തോടടുപ്പിച്ചിട്ടാണ് ഈ വിഷ്ണുവിനെ ഇവിടെ നമ്മൾ കാണേണ്ടത്. ബ്രഹ്മത്തെ 100% മനസ്സിലാക്കാൻ ആർക്കും തന്നെ പറ്റിയിട്ടില്ല. ദേവന്മാർക്കും ഒന്നും ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആ നിലയിലുള്ളൊരു പ്രസ്താവനയായിട്ട് ഇതിനെ കാണുന്നു. എന്നിട്ടും അവരുടെ ബുദ്ധി അനുസരിച്ച് അവർ സ്തുതിക്കും. അവർക്ക് വർണ്ണിക്കുക എന്താണ്? ഒരാൾ ദേവനെ പറ്റി വർണ്ണിക്കുമ്പോൾ അവരെ ഗുണങ്ങളാണ് വർണ്ണിക്കേണ്ടത്. പക്ഷെ ആ ഗുണങ്ങൾ മുഴുവൻ ഇവർക്കറിയില്ല. പിന്നെ എങ്ങനെ മുഴുവൻ വർണ്ണിക്കുക? അതിന് അവർ അശക്തരാണ്. എങ്കിലും അവരെ ബുദ്ധിക്ക് പറ്റുന്ന തരത്തിൽ അവർ വർണ്ണിക്കും. അതിൽ ദക്ഷിണാകട്ടെ പൂജാദ്രവ്യങ്ങളെല്ലാം ഉള്ള, ഇവിടെ പൂജാദ്രവ്യങ്ങളെ പല വസ്തുക്കളെല്ലാം ഉണ്ട്. അതിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളത് ആരിലാണ്? ദക്ഷനിലാണ്. ഏറ്റവും വിശേഷിച്ച പാത്രം ആ ആവശ്യോടുകൂടി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ് ദക്ഷൻ. ആ ദക്ഷൻ അദ്ദേഹം പ്രജാപതിമാരുടെ ഗുരുവാണ്. എല്ലാ പ്രജാപതിമാരിലും ഗുരു. അതായത് ദക്ഷനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. എല്ലാ യജ്ഞങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതാണ്. അദ്ദേഹം എന്തുകൊണ്ട് ചെയ്തു? ഏകാഗ്രചിത്തനായി മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് സ്മരിച്ചുകൊണ്ട് ശരണം പ്രാപിച്ചു. ഇത് ദക്ഷൻ പറയുകയാണ്. 26. ഇനി ഓരോ ആളായിട്ട് വിഷ്ണുവിനെ ഓരോ രൂപത്തിൽ വർണ്ണിക്കുകയാണ്, അവരുടെ നിലയിൽ വെച്ചുകൊണ്ട്. അതിൽ നിന്ന് നമ്മളെ വിഷ്ണു എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ശക്തി വിശേഷം അതിനെ നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അത് രൂപവും ഭാവമൊന്നുമില്ല, കണ്ണും മൂപ്പൊന്നുമില്ല, ജനിച്ചിട്ടുമില്ല, ജനിക്കുന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും അവരുടെ ജ്ഞാനത്തിനനുസരിച്ച് സ്തുതിക്കുമ്പോൾ നമ്മളത് വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം ദക്ഷൻ എന്താണ് പറയുന്നത്? മായയെ മറികടന്ന്, ആ ശക്തി മായ മറികടന്നവനാണ്. ബാക്കിയുള്ള കീഴെയുള്ളവരെല്ലാം തന്നെ മായയിൽപ്പെട്ടതാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർന്ന് ഇവിടെ വിഷ്ണുവിനെ അതിൻ്റെ അപ്പുറത്തായിട്ട് കാണുകയാണ്. സംരക്ഷണത്തിൻ്റെ വിഷ്ണു എന്ന നിലയിലല്ല, അതിൻ്റെ മുകളിലുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. മായയെ മറികടന്ന് സ്വരൂപത്തിൽ നിലകൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ രൂപത്തിലാണ്, അതായത് നിർഗുണമായ അവസ്ഥയിലാണ് അത് നിലകൊള്ളുന്നത്. നിൻ തിരുവടി നിർദ്വന്ദ്വമോ, അതായത് ഒറ്റയാണ്, ഇരട്ടയല്ല, എല്ലാം ദ്വയമായിട്ടാണ് മാറിയിരിക്കുന്നത്. പക്ഷെ അത് മാത്രം ഒറ്റയാണ്. എന്നാൽ ബ്രഹ്മ വിഷ്ണുവിനെന്തുണ്ട്? പത്നിയുണ്ട്, ദ്വയമാണ്. അപ്പോൾ ഇവിടെ ഇരട്ടയല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ശക്തി തന്നെയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. നിർഭയനാണ്, അതിന് പിന്നെ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ചൈതന്യ സ്വരൂപനാണ്. അതേസമയം തന്നെ അങ്ങ് ആ മായയിൽ രാഗദോഷാദികളുള്ളവൻ എന്ന പോലെ വർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതുമായിട്ട് ഈ മായയായിട്ടും ഇതിൻ്റെ അകത്തുള്ള കളിയിലൊന്നും താല്പര്യമില്ലെങ്കിലും അങ്ങേര് ഇതിൻ്റെ അകത്തെല്ലാം കയറിയിട്ട് ഇടപെടുന്നു. ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലെല്ലാം അങ്ങേരാണുള്ളത്. പക്ഷെ അങ്ങേര് ഈ കാര്യത്തിലൊന്നും കാര്യമില്ല. അങ്ങേർക്ക് അതിൻ്റെതായ ഒരു താല്പര്യം ഇല്ല. ആ നിലയിൽ ആ ബ്രഹ്മത്തെ നമ്മൾ കാണണം. ഒരു താല്പര്യമില്ല. ഇവിടെ ആടെന്ത് നടന്നാലും നടക്കാൻ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമെടുത്തില്ല. ഇപ്പം മഹാനായ അംബേദ്കർ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടങ്ങ് കൊടുത്തു. അത് പിന്നെ അവിടെ എന്ത് നടക്കുന്നു എന്നും നോക്കേണ്ട ആവശ്യം അങ്ങേർക്കില്ല. അതേപോലെ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് എന്തെല്ലാം എങ്ങനെയെല്ലാം നടക്കണം എന്നെല്ലാം തീരുമാനിക്കുക അങ്ങേരാണെങ്കിലും അങ്ങേർക്ക് ഇതൊന്നും താല്പര്യമൊന്നുമില്ല. വിളിക്കാനും കേൾക്കാൻ പോകുന്നില്ല. അവിടെ എങ്ങനെ നിൽക്കുന്നവനാണ് എന്ന് ആര് പറയുന്നു? ദക്ഷൻ പറയുന്നു. അങ്ങനെയുള്ള അങ്ങയെ സ്തുതി ശരണം പ്രാപിക്കുന്നു. എന്നിട്ട് അത് 26. ഇനി 27 ഋത്വിക്കുകൾ ബ്രഹ്മത്തെ മനസ്സിലാക്കിയ നിലയിൽ അല്ലെങ്കിൽ ആ വിഷ്ണുവിനെ ശ്രീഹരിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിഷ്ണു എന്നല്ല.
രണ്ടും ഒന്നായിട്ടെല്ലാം ചിലപ്പോഴെടുക്കും. എന്നാൽ ഇവിടെ പറയുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ശ്രീഹരി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഭേദിൽ നിന്നുണ്ടായ ആ ശക്തിയാണ് വിഷ്ണു എന്ന നിലയിൽ കാണുന്നത്. ഋത്തുക്കൾ എങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഉപാധി മാലിന്യങ്ങളൊന്നുമില്ലാത്ത അദ്ദേഹമാണ് ഏറ്റവും പരിശുദ്ധൻ. ഒരു മാലിന്യമില്ല, അദ്ദേഹത്തിന് ഒരു ഉപാധിയുമില്ല. അങ്ങ് രുദ്രശാപം മൂലം ഭഗവാന്റെ രുദ്രശാപം മൂലം ഞങ്ങൾക്ക് എന്ത് പറ്റി? അങ്ങല്ല, അങ്ങേ അറിയുന്നില്ല. അതായത് ഈ ഋത്തുക്കൾക്കും ശാപമെല്ലാം കിട്ടിയിട്ടുണ്ട് രുദ്രന്റെ. അപ്പോൾ അങ്ങ് ഒരു മാലിന്യവുമില്ലാത്ത നിത്യശുദ്ധനായ അങ്ങാണ്. പക്ഷേ ഞങ്ങളെ അവസ്ഥ എന്താണ്? രുദ്രശാപം മൂലം നമുക്കെന്ത് പറ്റിയിട്ടുണ്ട്? കർമ്മങ്ങളിലെല്ലാം നമ്മുടേതായ ഭൗതിക കർമ്മങ്ങളിലെല്ലാം ഇടപെട്ടിട്ട് രുദ്രശാപം ഏറ്റു. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റിയിട്ടുണ്ട്? ഭഗവാന്റെ അങ്ങയുടെ യഥാർത്ഥ രൂപം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഋത്തിക്കുകൾക്കും ഈ ശാപം മൂലവും ഈ ഭൗതിക കർമ്മങ്ങളിൽ ഏറ്റെടുത്തത് മൂലവും മായയിൽ അകപ്പെട്ടത് കൊണ്ട് ഞങ്ങൾക്കും എന്ത് പറ്റില്ല? അങ്ങയുടെ യഥാർത്ഥ രൂപം അറിയാൻ പറ്റില്ല. അപ്പോൾ ഋത്തിക്കുകൾക്കും ബ്രഹ്മം എന്താണെന്നോ അല്ലെങ്കിൽ ബ്രഹ്മത്തിന് തൊട്ടുള്ള ആ ശ്രീഹരി എന്താണെന്നോ ശ്രീഹരി എന്താണെന്നോ ശരിക്കും അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ ശാപമെല്ലാം കയറ്റുകൊണ്ട് രുദ്രൻ്റെ ശാപം കയറ്റ് നമ്മളെ കർമ്മം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ശാപവും നമ്മളെ തലയിൽ വന്ന് വീഴുന്നു. ഇങ്ങനെ ആകെ ദുരിതത്തിൽപ്പെട്ടുകൊണ്ട് നമ്മൾ നട്ടം തിരിയാണ്. പക്ഷേ ഈ ശക്തിയെ നമുക്ക് അറിഞ്ഞുകൂടാ. യാതനകളുടെ തീരുമാനപ്രകാരം ഇന്നതിന് ഇന്ന ദേവത. ആരുടെ തീരുമാനപ്രകാരമാണോ? ആരുടെ തീരുമാനം? ഈ ശ്രീഹരിയുടെ തീരുമാനപ്രകാരം ഇന്നതിന് ഇന്ന ദേവത. ഓരോ ദേവതകൾക്കും ഓരോ കർമ്മം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മാവിന് സൃഷ്ടി നടത്താൻ, വിഷ്ണുവിനെ സംരക്ഷിക്കാൻ, ശിവനെ സംഹരിക്കാൻ, ഇങ്ങനെ ഓരോ ആൾക്ക് ദക്ഷന് ഓരോ ആൾക്ക് ഓരോ ജോലികൾ ഇന്നതിന് ഇന്ന ദേവത എന്നും പറഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതും ആരാണ്? ഈ ശക്തിയാണ്. അങ്ങനെ ഓരോ ആൾക്ക് ഓരോ ദേവതകൾക്ക് ഒരു കർമ്മവും കൊടുത്ത് ആ നിയമങ്ങളെ ഉണ്ടാക്കി വെച്ചതും ആരാണ്? ഈ ശ്രീഹരിയാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഉണ്ടാകുന്ന കർമ്മത്തിൻ്റെ ഉപലക്ഷണവും അങ്ങാണ് എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ എന്തെങ്കിലും ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങയുടെ തീരുമാനപ്രകാരം നിശ്ചയിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. വേദപ്രതിപാദ്യവുമായി ഈ ഭഗവാന്റെ സ്വരൂപം വേദത്തിലൂടെയാണ് അതെല്ലാം നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത്. ആ രൂപത്തെ ഏത് രൂപ അനുരൂപമില്ല, ഭാവമില്ല, ഇത് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതെല്ലാം വേദത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആ നിലയിൽ ഞങ്ങൾ അറിയപ്പെടുന്നു. ആ നിലയിലാണ് അങ്ങേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ 28 സദസ്യർ അവരുടെ വീക്ഷണകോട്ടിൽ കൂടി, സദസ്യർ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ ആ യാഗത്തിലിരിക്കുന്ന എല്ലാം പ്രപഞ്ചത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കണമെങ്കിൽ പങ്കെടുക്കുന്നവരെല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ആളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം പെടുന്ന സാധാരണ ജനങ്ങൾ എന്ന നിലയിൽ സദസ്യർ എങ്ങനെയാണ് പറയുന്നത്? ആശ്രയദാതാവ് എന്ന് വിളിച്ചിട്ടുണ്ടാണ്. നമ്മളൊക്കെ ആശ്രയം അങ്ങനെ ഉള്ളൂ. ഭീകര കഷ്ടപ്പാട് നമുക്കെങ്ങനെ ജീവിതം മുഴുവൻ കഷ്ടപ്പാടാണ്. കാലമാകുന്ന ഭീകര സർപ്പത്തിൽ തീർക്കപ്പെട്ട കാലമാകുന്ന ഭീകര സർപ്പം, അതിൻ്റെ പിടിയിലകപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ദുഷ്ടന്മാരായ ദുർജന്തുക്കളിൽ നിന്നുള്ള ഭയപ്പാട്, എപ്പോഴും ഭയപ്പാടാണ്. ദുർജന്തുക്കളും ദുഷ്ടന്മാരെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. സുഖദുഃഖമാകുന്ന കുണ്ടുകുഴികളെല്ലാം ഉണ്ട്. സുഖവും ദുഃഖവും ഇങ്ങനെ മാറി കുണ്ടും കുഴിയും മാതിരി അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. നിറഞ്ഞ വിഷയങ്ങളാകുന്ന മരീചികയോടുകൾ, പലതര വിഷയങ്ങൾ നമ്മളെ തലയിലോട്ട് ഇങ്ങനെ പോവുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് അന്ന് വർണ്ണിക്കാൻ പറ്റും. ഓരോ തരം വിഷയങ്ങളാണ്. ചിലവർക്ക് ഭക്ഷണം കിട്ടാത്ത വിഷയം, ചിലവർക്ക് ജോലി കിട്ടാതെ, ഇങ്ങനെ ആകെ പ്രശ്നങ്ങളായിട്ട് കടത്തിൻ്റെ പേരിലെല്ലാം
ആദിയാകുന്ന കാട്ടുതീ പോലെയാണ് നമ്മളുള്ളത്. ദേഹാദികളെല്ലാം ചുമട്, ഈ ദേഹമെല്ലാം ചുമടായിട്ട് ഏന്തി നമ്മൾ നടക്കുകയാണ് ഈ ദേഹം കൊണ്ട്. കാമപേടിയായിട്ടല്ല അലയുന്ന നമ്മൾ, അങ്ങനെ ആവുന്ന അജ്ഞാന സമൂഹം, അജ്ഞതയിൽ അകപ്പെട്ട് കിടക്കുന്ന നമ്മൾ അങ്ങയുടെ തൃപ്പാദത്തിൽ എപ്പോഴാണ് നമ്മൾ അവിടെ എത്തിച്ചേരുക എന്നാണ് സദസ്യരങ്ങേരെ കണ്ടപ്പോൾ ചോദിച്ചത്. ആരോട്? വിഷ്ണുവോട്. 29 രുദ്രൻ പറയുകയാണ് ആ ശക്തിയെ പറ്റി, ആ ശ്രീഹരിയെ പറ്റി. അഭിഷ്ടദാതാവേ, രുദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും രുദ്രൻ്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാണ്? നല്ലൊരു ലോകം ഉണ്ടാക്കണമെന്നിട്ട് എല്ലാത്തിനെയും കച്ചു കെടുക്കണം, ഒരു ഭൗതിക ലോകം. ആഗ്രഹമൊന്നുമില്ലാതെ മുനികളാൽ പൂജിക്കപ്പെടുന്ന, അപ്പോൾ ആഗ്രഹമില്ലാത്തവരെല്ലാം ആണ് മുനിമാരെ പോലെയുള്ളവരാണ് ആ ശക്തിയെ ആരാധിക്കുന്നത്. ഭഗവാന്റെ പാദത്തിൽ ഞാൻ ചിത്തം ചേർത്ത്, ഭഗവാന്റെ പാദത്തിലാണ് എൻ്റെ മനസ്സുള്ളത് അർപ്പിച്ചുകൊണ്ട് എന്നെപ്പോലും അജ്ഞാന ലോകം ആചാര്യഭ്രഷ്ടനാക്കി ജൽപ്പിക്കുമെങ്കിൽ ഞാൻ പോലും ഈ ഒരു പ്രശ്നത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രുദ്രൻ ഒന്നും ചെയ്യാതെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ ആ ബ്രഹ്മത്തിൽ അർപ്പിച്ച് കഴിയുകയായിരുന്നു. എന്നിട്ടും വയ്യാവേലി മാതിരി ഇവൻ എന്നെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠൻ ഓരോന്ന് കാട്ടിക്കൂട്ടി അദ്ദേഹം അതിൻ്റെ ഫലമായിട്ട് എന്തെല്ലോ ചെയ്തു. ആചാര്യഭ്രഷ്ടനായി ജൽപ്പിക്കുമെങ്കിൽ ആയതിനെ ഭഗവാന്റെ വിശേഷാനുഗ്രഹം കൊണ്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ഭഗവാന്റെ ആ ശ്രീഹരിയുടെ പാദത്തിലാണ് എൻ്റെ വിശ്വാസമുള്ളത്, എൻ്റെ മനസ്സർപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയോട് നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എന്തെല്ലോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇപ്പം രുദ്രൻ എപ്പോഴും ന്യൂക്ലിയസ് എപ്പോഴും ഒന്നിലും തലയിടാതെ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ മറ്റുള്ളവരെന്തെല്ലോ കാട്ടിക്കൂട്ടും. അതിനൊന്നും അങ്ങേർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. എല്ലാ വയ്യാവേലിയും തലയിൽ വീണ് അതിൻ്റെ പേരിലാണ് എന്തെല്ലോ നടക്കുന്നുണ്ട്. രുദ്രൻ തന്നെ പോയിട്ട് ദക്ഷൻ്റെ യാഗശാലയൊന്നും കത്തിക്കാൻ പോയിട്ടില്ല. രുദ്രനിൽ നിന്നൊരു അംശമായ വീരഭദ്രനാണ് ഇതെല്ലാം പോയിട്ട്, ബാക്കിയുള്ളവരെല്ലാം പോയിട്ടാണ് ചെയ്തത്. രുദ്രൻ ഒന്നിലും ഇടപെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഒന്നിലും ഇടപെടാതിരിക്കുന്നത്? അതിനതിൻ്റെ ആവശ്യമില്ല. അതിനാടെ എങ്ങനെ നിന്നാൽ മതി. ഇപ്പം സൂര്യൻ്റെ കാര്യം ആലോചിച്ചൊക്കെ, സൂര്യനും ഒരു പ്രശ്നവുമില്ല. സൂര്യൻ അങ്ങനെ അവിടെ നിൽക്കുകയാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങളാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഇവിടെ എന്ത് നടന്നാലും സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ അസ്തമിക്കുക എന്ന പോലെ അവരൊക്കെ നിൽപ്പാണ്. അതുപോലെ ആറ്റത്തിലെ ന്യൂക്ലിയസും പിന്നെ രുദ്രനും അങ്ങനെ അങ്ങ് നിൽക്കും. എന്ത് നാട്ടിൽ നടന്നു കഴിഞ്ഞാലും കുറ്റം അങ്ങനെ വരടിക്ക് വരുന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിലെങ്കിലും ഉണ്ട്. പക്ഷേ ഒന്നിലും തലയിടാത്ത മാതിരിയാണ് രുദ്രൻ്റെ നിൽപ്പ്. ഏകദേശം ബ്രഹ്മത്തിൻ്റെ ഒരു സ്വഭാവമാണ് രുദ്രനും ഉള്ളത്. അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ഞാനിതൊന്നും കാര്യമാക്കാതെ ഞാനങ്ങനെ കഴിഞ്ഞുകൂടുകയാണെന്നാണ് ശ്രീരുദ്രൻ പറഞ്ഞത്. ഇനി ഭൃഗു എന്നത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാദികളായവരടക്കം, ബ്രഹ്മാവ് തൊട്ട് എല്ലാം, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം അടക്കം മായയിൽ ആത്മബോധം നശിച്ച് അവർക്ക് മായയിൽ അകപ്പെട്ടത് കൊണ്ട് ആത്മാവിൻ്റെ സത്യം, ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ സത്യം, അല്ലെ ആത്മാവിനെ പറ്റി, എന്താണ് ആത്മാവ്, എന്താണ് ഈശ്വരൻ എന്നൊന്നും അവർക്കും അറിയില്ല. ബ്രഹ്മാദി ദേവകളായ ഒരാൾക്കും അവരുടെ ആത്മബോധം നശിച്ച് അജ്ഞാനാന്ധകരത്തിൽ ഉറങ്ങിക്കിടന്നുകൊണ്ട്, അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ കിടന്നുകൊണ്ടാണ് കഴിയുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അവർക്കൊന്നും ഇന്ത്യയുടെ യഥാർത്ഥ രൂപം അറിയുന്നില്ല. അവർക്കൊന്നും നിങ്ങളുടെ ഈ ശ്രീഹരിയുടെ രൂപം അറിയില്ല. അതായത് ഈ പറയുന്ന ദേവന്മാർക്കൊന്നും ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും ഈശ്വരൻ എന്താണെന്ന് അറിയില്ല. ബ്രഹ്മാവിന് പോലും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഈശ്വരൻ അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള നിന്തവഴി പ്രസാദിച്ചാലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി 31 ബ്രഹ്മാവ് പറയുകയാണ്,
ബ്രഹ്മാവിന് കാര്യം ഏകദേശം അറിയാം. എന്താണ് പറയുന്നത്? ഈ ജീവൻ എന്ന മനുഷ്യരിലെ ജീവൻ എന്ന സംഗതിക്ക് പദാർത്ഥ ഭേദങ്ങളോടെ ഭരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, പദാർത്ഥങ്ങളെ പലതായിട്ട് കണ്ടുകൊണ്ട് അത് തെങ്ങാണ്, ഇത് മാവാണ് എന്ന നിലയിലാണ് കാണാൻ പറ്റുന്നത്. അത് ബ്രാഹ്മണനാണ്, അത് ശൂദ്രനാണ്, വൈശ്യനാണ്, അത് ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, ഇങ്ങനെയുള്ള ഭേദങ്ങളെ കൊണ്ട് ഈ ജീവൻ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് ഇതെല്ലാം മനസ്സിലാക്കുക. കണ്ണുകൊണ്ട് അവൻ ബ്രാഹ്മണനാണ്, അവൻ മറ്റേ കണ്ടില്ല മുണ്ടെടുത്ത് ഒക്കെയാണ്, അവൻ മുസ്ലിമാണ്. ഇങ്ങനെ ഒരു വകഭേദം വെച്ചുകൊണ്ട് അവരുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എത്രമാത്രം അവയെ അങ്ങേ മനസ്സിലാക്കാൻ പറ്റുമോ? അതായത് ശാസ്ത്രലോകം എത്ര തന്നെ എന്തെല്ലാം ഉപകരണം ഉപയോഗിച്ചിട്ട് അങ്ങേ മനസ്സിലാക്കാൻ ശ്രമിച്ചുവോ, അപ്പോൾ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാത്തിനും പറ്റി മനസ്സിലാക്കാൻ പറ്റും ശാസ്ത്രലോകത്തിന്. പക്ഷേ അവർക്ക് പോലും അങ്ങയുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണ് ഒരു ടീച്ച് വെച്ചിരിക്കുന്നത്. യഥാർത്ഥ സ്വരൂപം ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരാൾക്കും പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഈശ്വരൻ ഇങ്ങനെ നടന്നു പോകുന്നു എന്നെല്ലാം പറയുന്നത് അജ്ഞത. കാരണം അത് അറിവിനും പൊരുളിനും ഗുണത്തിനും ആധാരമാണെങ്കിലും ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും ആധാരം ഈ തെങ്ങായിട്ട് നിൽക്കാനും മാവായിട്ട് നിൽക്കാനും എല്ലാം ആധാരം അങ്ങ് തന്നെയാണെങ്കിലും മായാപ്രപഞ്ചത്തിൽ നിന്നും അങ്ങ് വേറിട്ട് നിൽക്കുകയാണ്. അങ്ങ് മായയിലൂടെയാണ് ഈ വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആ മായാരൂപങ്ങളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ആ നിർഗുണമായ രൂപമൊന്നുമില്ലാത്ത അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങെന്തായിട്ടാണ് നിൽക്കുന്നത്? അങ്ങനെ നിർഗുണമായ അവസ്ഥയിലുള്ളതാണ് ബ്രഹ്മം. അതിനെ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെയാണ് ബ്രഹ്മാവ് പറയുന്നത്, ഞാനിങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇന്ദ്രൻ 32 പറയുകയാണ്, ഇന്ദ്രൻ എങ്ങനെയാണ് ബ്രഹ്മാവിനെ, ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കിയത് എന്ന് പറയുകയാണ്. ആ ഈശ്വരനെ അങ്ങ് നിർവികാരാത്മജനാണ്, അങ്ങക്ക് ഒരു വികാരമില്ല. അത് ഇന്ദ്രൻ അറിയാം. കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ്, ബലമാണ് ഇന്ദ്രൻ. അപ്പം അങ്ങേക്ക് ഇക്കാര്യം അറിയാം, അങ്ങ് നിർവികാരാത്മകനാണ്, അതായത് നിർവികാരനാണ്, എല്ലാ പ്രപഞ്ചത്തിൻ്റെയും കാരണമാണ്. അങ്ങ് തന്നെയാണ് കാരണമെന്നറിയാം. മനോനേത്രങ്ങൾക്ക് ആനന്ദം നൽകുന്നവനാണ്. മനസ്സിൻ്റെ നേത്രത്തിനെല്ലാം എന്തെങ്കിലും ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചം നോക്കുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് തന്നെയാണ്. ദേവദോഷികളെ നിഗ്രഹിക്കാൻ 8 കയ്യിൽ ആയുധമല്ലായിട്ട് അങ്ങ് വരുന്ന രൂപത്തിൽ ആ സ്വരൂപം സത്യമത്രേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കയ്യിലിട്ട് കൈകളിൽ ഈ അധർമ്മികളെല്ലാം കൊന്നൊടുക്കാൻ വരുന്നതും അങ്ങ് തന്നെയാണ് എന്ന് ആര് പറയുന്നു? ഇന്ദ്രൻ പറയുന്നു. അപ്പോൾ 33 ഋത്വിക്കുകളുടെ പത്നിമാരാണ് ഇനി പറയാൻ പോകുന്നത്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അങ്ങയുടെ സമാരാധനകൾക്ക് വേണ്ടി ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ യാഗം അങ്ങക്കെന്തല്ലോ ആഗ്രഹം കൊണ്ട് അത് സാധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം പടിപടിയായിട്ട്. ആ ഒന്നിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ യാഗം, അതിനാണ് ഈ യാഗം തുടങ്ങിയിരിക്കുന്നത്. സൃഷ്ടിക്രമമാണ് വിവരിക്കുന്നത്. അതിൻ്റെ തുടക്കമുള്ള യാഗത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ശ്രീരുദ്രന് ദക്ഷനോ നേർക്കുള്ള കോപം കൊണ്ട്, ശ്രീരുദ്രന് ദക്ഷനോ നേർക്കുള്ള കോപം ഉണ്ടായത് കൊണ്ട് എന്ത് പറ്റിയിരിക്കുകയാണ്? ധ്വംസിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ആകെ അടിച്ചു കൊളാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ചുടുകാടിന് സമാനമായി മാറിയ ഈ യജ്ഞശാല അതിനെല്ലാം ഭസ്മീകരിച്ച് വെച്ചിരിക്കുകയാണ്. ആ യജ്ഞശാല അങ്ങയുടെ തൃക്കണ്ണാൽ പാർത്തുകൊണ്ട് ശുദ്ധീകരിച്ചാലും അങ്ങൊന്ന് ദയുണ്ടായിട്ട് നോക്കിയിട്ട് അതിനൊന്ന് ശുദ്ധീകരിക്കണമെന്ന് ഋത്വിക്കുകളുടെ പത്നിമാർ പറയുന്നു. ഇനി 34 ഋഷിമാർ പറയുകയാണ്. ഇപ്പം ഋഷികൾക്ക് കുറേ കാര്യമെല്ലാം അറിയുന്ന കക്ഷികളാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ വിവിധമായ കർമ്മങ്ങൾ, അതായത്
ശ്രീഹരിയുടെ വിവിധമായ കർമ്മങ്ങൾ ഒരിക്കലും പരസ്പരം പൊരുത്തപ്പെടുന്നതല്ല. ഒരിക്കലും ഒരു കാലത്ത് ഒന്നും പൊരുത്തപ്പെടുന്നില്ല. ഒരു കാലത്ത് ഹൃദയുഗത്തിൽ ഒരു തരത്തിലുള്ള സിസ്റ്റം ഉണ്ടാക്കി, കുറേ കാലം കഴിയുമ്പോൾ അതിനെ പൊളിച്ച് വേറൊന്നുണ്ടാക്കി, അത് കഴിയുമ്പം പിന്നെ പൊളിച്ച് വേറൊന്നുണ്ടാക്കും. കുറച്ച് കാലം ദുര്യോധനാദികളെ ഭരിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ഒരു സമയത്ത് പാപ്പാൻ മോശമാകുമ്പോൾ അടിച്ചു വെച്ചിട്ട് നേരെ എതിര് ധർമ്മപുത്രരെ പിടിച്ചിരുത്തും. ഇങ്ങനെ വിവിധങ്ങളായ കർമ്മങ്ങൾ അതുവരെ ദുര്യോധനന്റെ കാലെത്തുന്നത് വരെ എന്ത് അകർമ്മം കാണിച്ചാലും തലയിടില്ല. ദേവന്മാരെ കഷ്ടപ്പെട്ട് ഓടിപ്പോയാൽ നോക്കിയിരിക്കുകയും ചെയ്യും. ഇപ്പോഴേ ഒരു കാലത്ത് വേണ്ടി ദേവന്മാർക്ക് വേണ്ടിയിട്ട് പക്ഷം പിടിക്കുകയും ചെയ്യും. പിന്നെ അത് ആ വലിയൊരു യുഗം നല്ല യുഗം ഉണ്ടാക്കിയിട്ട് അവസാന കാലം വരുമ്പോൾ യാദവരെ തന്നെ തമ്മിൽ കൊല്ലിപ്പിച്ചു. അപ്പോൾ അങ്ങയുടെ വിവിധമായ കർമ്മങ്ങൾ ഒരിക്കലും പരസ്പരം പൊരുത്തപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ താൻ തന്നെ അവ നടത്തുന്നുവെങ്കിൽ, താൻ തന്നെയാണ് അതെല്ലാം സൃഷ്ടിക്കുന്നതും സംസ്കരിക്കുന്നതും എല്ലാം, താനതിൽ ഭാഗമാക്കാവുന്നില്ല. യഥാർത്ഥത്തിൽ താനല്ല അത്. താൻ എന്തെല്ലോ ഒരു തമാശമാരി ചെയ്തു കൂട്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ താനല്ല അത്. അതിൽ ഭാഗമാക്കാവുന്നില്ല. താനതിൽ ഭാഗമാക്കാവുന്നില്ല. കാരണം അവിടെ എന്ത് അധർമ്മം നടന്നാലും അതിലൊന്നും അങ്ങേക്കൊരു പങ്കുമില്ല. ധർമ്മം നടന്നാലും ഒരു പങ്കുമില്ല. ആ തരത്തിലാണ് അങ്ങ് നിൽക്കുന്നത്. താൻ തന്നെയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ താൻ അതിൽ പങ്കെടുക്കുന്നില്ല. ഇങ്ങനെയുള്ള വൈരുദ്ധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഐശ്വര്യത്തിനായി യാതൊരു മഹാലക്ഷ്മിയെ അന്യർ സേവിക്കുന്നുവോ, ഐശ്വര്യം ലഭിക്കുവാൻ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ പുരുഷനാണെങ്കിൽ പ്രകൃതിയാണ്. പ്രകൃതിയെയാണ് ജനങ്ങളെല്ലാം ആരാധിക്കുന്നത് സൗഭാഗ്യം കിട്ടാൻ വേണ്ടി. എന്നാൽ ആ മഹാദേവിയെപ്പോലും അവിടുന്ന് പരിഗണിക്കുന്നില്ല. എല്ലാവരും മഹാദേവീൻ്റെ അടുത്ത് പോയി കാര്യം സാധിക്കാൻ ശ്രമിക്കും. പക്ഷേ എന്നാലും മഹാദേവിക്ക് പോലും വിഷ്ണുവിനെ സ്വാധീനിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ആരെ ആരാധിച്ചാലും വിഷ്ണു അനങ്ങൂല. എന്താണോ തീരുമാനിക്കുക അതുവഴി പോയാൽ മതി. എല്ലാം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എന്തെങ്കിലും വഴിപാട് നടത്തി, എന്തെങ്കിലും മറ്റേ പൂജ നടത്തി, എന്തെങ്കിലും മന്ത്രങ്ങൾ നടത്തിയാലെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. ദൈവം അല്ലെ ഈശ്വരനെ, ദൈവം പറയാണ് ഈശ്വരനെ. ആ ഈശ്വരൻ എന്ന് പറയുന്നത് ദേവതകളെ ഒന്നും ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. മഹാവിഷ്ണുവിൻ്റെ അല്ല മഹാലക്ഷ്മിയെപ്പോലും അദ്ദേഹം പരിഗണിക്കില്ല. അതേ പ്രകൃതിയിലുള്ള ഒന്നിനെ അദ്ദേഹം പുരുഷനും പ്രകൃതിയുടെ ഒരു കാര്യത്തിലും തലയിടില്ല. പ്രകൃതി കാരണം എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അവന്മാരി പോയിക്കൊള്ളുക. അല്ലാതെ ഒന്നിനും തടയില്ല. അതുകൊണ്ട് മഹാദേവിയെ ഒന്നും ആരാധിച്ചിട്ട് ഒരു കാര്യം ഇല്ല. അങ്ങനെ തലയിടില്ല. അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ആ ബ്രഹ്മം. ഇനി 35 സിദ്ധന്മാർ അവരുടെ കഴിവിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്, സ്തുതിക്കുകയാണ്. സിദ്ധന്മാരുടെ അവസ്ഥ എന്താണ്? സംസാര ദുഃഖമാകുന്ന കാട്ടുതീയിൽപ്പെട്ട്, അവരുടെ സംസാര ദുഃഖം എന്ന് പറഞ്ഞാൽ ആകെ കാട്ടുതീ പോലെയാണ്. അതിൽ കാട്ടുതീയിൽപ്പെട്ട് ഞങ്ങളുടെ മനസ്സാകുന്ന കാട്ടാന, ആ കാട്ടുതീയിലിടുമ്പം മനസ്സെന്തായിപ്പോവും? കാട്ടാൻ എന്താവും? ദാഹപീഡിതനായി, ആകെ പരസ്യം മനസ്സ് ദാഹപീഡിതനായി. കാട്ടാനൊക്കെ ദാഹപീഡന ഉണ്ടാകുന്ന പോലെ ഉള്ളപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങയുടെ കഥകൾ കേൾക്കുന്ന കഥകളാകുന്ന നദിയിൽ ചെന്നിറങ്ങി അങ്ങയെ പറ്റിയുള്ള ബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനം ഒഴുകുന്ന നദിയിൽ, ആ ജ്ഞാനമാകുന്ന നദിയിൽ ഇറങ്ങി ആ സംസാരമാകുന്ന കാട്ടുതീയെ ഓർക്കുന്നതേയില്ല. അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെ ആ ഭഗവാനെ പറ്റിയുള്ള കഥകളിൽ അല്ലെങ്കിൽ ഭഗവാന്റെ പിന്നിലുള്ള ആ ശാസ്ത്ര രഹസ്യങ്ങൾ മനസ്സിലാക്കി ആ ജ്ഞാനമാകുന്ന നദിയിൽ മുങ്ങുമ്പോൾ നമ്മൾ ഈ സംസാര ദുഃഖങ്ങളെല്ലാം മറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബ്രഹ്മൈശ്വര്യത്താൽ അതിൽ നിന്നും കരകയറി പോകുന്നുമില്ല. പക്ഷേ അതേസമയം നമ്മളെ അവസ്ഥ എന്തായിട്ടില്ല? സിദ്ധന്മാർ മാത്രമാണ് അതിൽ നിന്ന് കുറേ മോശം വിട്ടു നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയിട്ടുമില്ല. ഈ സംസാര ലോകത്ത് നിന്ന് നമുക്ക് മോക്ഷം ലഭിച്ചിട്ടും ഇല്ല. അവരുടെ അവസ്ഥ അങ്ങനെയാണെന്ന് പറയുന്നു. ഇനി 36 ദക്ഷന്റെ പത്നി പറയുകയാണ്,
അപ്പം ദക്ഷപത്നി എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവിടത്തേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയുകയാണ്. അങ്ങ് പ്രസാദിച്ചാലും നിൻ തിരുവടിക്ക് നമസ്കാരം, അങ്ങേക്ക് നമസ്കാരം. ശ്രീ ഭഗവതിക്ക് ആശ്രയമായ അല്ലെങ്കിൽ മഹാദേവിക്ക് ആശ്രയമായവനെ പത്നിയോടൊപ്പം ഞങ്ങളെ കാത്തരുളുക. അങ്ങും പത്നിയും കൂടിയിട്ട്, പുരുഷനും പ്രകൃതിയും കൂടിയിട്ട് നമ്മളെ കാത്തരുളുക. നിൻ തിരുവടിയില്ലെങ്കിൽ, നിന്റെ പിന്തുണയില്ലെങ്കിൽ, നീ നിർദ്ദേശിക്കുന്ന വഴിയിലെല്ലാം നമ്മൾ പോകുന്നതെങ്കിൽ യജ്ഞം തലയില്ലാത്ത ഉടലോട് കൂടിയവൻ ചെയ്യുന്നത് പോലെ ശോഭിക്കില്ല. തലയില്ലാത്ത ഒരു ഉടൽ വെച്ചിട്ട് ഒരാൾ ചെയ്യുന്ന പോലെ ഇരിക്കും നിന്റെ പിന്തുണയില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളല്ല. അപ്പം നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ സൃഷ്ടിച്ച കാലത്ത് എന്തിനാണോ ആ കർമ്മം ചെയ്തു കൊടുത്താൽ വിജയിക്കും. അല്ലാതെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ ബുദ്ധി കൊണ്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ തലയില്ലാത്തവൻ ചെയ്യുന്ന മാതിരി അത് ഇരിക്കുകയുള്ളൂ. ഇനി 37 ലോകപാലകന്മാരെല്ലാം കൂടി ഇത് പറയുകയാണ്. ഞങ്ങളുടെ വിഷയഗ്രാഹികളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മുടെ വിഷയങ്ങളെ മനസ്സിലാക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട്, വിഷയം എന്ന് പറഞ്ഞാൽ ഒരാൾ അടിമുടി കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കേൾക്കാം, കാണാം, ചെവി കൊണ്ട് കേൾക്കാം. അപ്പം ഇന്ദ്രിയങ്ങൾ കൊണ്ട്, വിഷയഗ്രാഹികളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയെ ദുഷ്ടനായി വരുമോ? അങ്ങയെ കാണാൻ പറ്റുമോ? പറ്റില്ല. നമ്മളെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അങ്ങയെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. യാതൊരു ഇന്ദ്രിയത്താൽ വസ്തുക്കളെ കാണുന്നുവോ? നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ എല്ലാം കാണുന്നുണ്ട്. ഏത് തരത്തിൽ? 5 തരത്തിൽ. 5 തരം വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ലോകം സൃഷ്ടിച്ചത്. അതിൽ 6ാമത്തേതായ അതാണ് ജീവൻ. ആ ജീവനും അങ്ങ് പ്രതിഭാസിക്കുന്നത്, ജീവനായ അങ്ങാണ് പ്രതിഭാസിക്കുന്നത്. 6ാമത്തെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചു, അതിൻ്റെ അകത്ത് 6ാമത്തേതായിട്ട് ജീവനായി നിലനിൽക്കുന്നതും അങ്ങ് തന്നെയാണ്. പക്ഷേ അതും അങ്ങയുടെ മായയാൽ ബന്ധിതമായിട്ടാണല്ലോ ഉള്ളത്. ആ ജീവനും അങ്ങയുടെ മായയാൽ ബന്ധിതമാണ്. അതുകൊണ്ട് ജീവനും അങ്ങയെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. ഇനി 38 യോഗേശ്വരന്മാർ പറയുകയാണ്. യോഗയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ പറയുകയാണ്, യാതൊരുവൻ തന്നിൽ നിന്നും അന്യത്വമായിട്ട് ഒന്നിനെയും ദർശിക്കുന്നില്ലയോ. ഇപ്പം യോഗയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം തേടുന്നവൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കാണുന്നതെല്ലാം അന്യമായി കാണരുത്. തന്നിൽ നിന്നും അന്യമായിട്ട്, അത് ഹിന്ദുവാണ്, അത് മുസ്ലിമാണ്, ഇതൊന്നും ആത്മീയതയുടെ വഴിയല്ല. അങ്ങനെ എല്ലാത്തിനെയും ബ്രഹ്മമായി കാണുന്നുവോ ആയവനേക്കാൾ മഹത്വമായി നിന്തിരുവടി വേറെ ആരുമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങേക്ക് ഇഷ്ടം ആരെയാണ്? എല്ലാവരെയും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരെയും ഒന്നായി കാണാൻ കഴിയുന്നവൻ. അവരാണ് യോഗികൾ, അവരാണ് സന്യാസികൾ. എങ്കിലും ഏകനിഷ്ഠയോടെ ആശ്രയിക്കുന്ന ഞങ്ങൾ അങ്ങനെയാണ് അങ്ങേ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് നമുക്ക് അനുഗ്രഹം തരണം. എന്തിന്? ബ്രഹ്മസാക്ഷാത്കാരത്തിന്. ഇനി 39 എൻ്റെ യോഗേശ്വരൻ തന്നെ യോഗേശ്വരന്മാർ പറയുകയാണ്, ജഗത്തിൻ്റെ സൃഷ്ടി സംഹാരണത്തെ നിമിത്തീകരിച്ച്, ജഗത്തെ സൃഷ്ടി സ്ഥിതി സംഹാരം പരിപാലിച്ച് അവസാനം നശിപ്പിക്കുന്ന ജീവദൃഷ്ടത്താൽ ബഹുവിധ ഗുണങ്ങളായി ജീവനായി മാറി, പല വസ്തുക്കളെല്ലാം പല സ്വഭാവങ്ങളുള്ളതായിട്ട് മാറി, പലവിധ ഗുണങ്ങളുള്ളതായിട്ട് മാറി, യോഗമായാൽ പലതായിട്ട് രചിച്ചു. അപ്പം യോഗമായയിലൂടെ പല വസ്തുക്കൾ പലതായിട്ട് സൃഷ്ടിക്കുകയും യോഗമായയിലൂടെ ആ വസ്തുക്കളെല്ലാം പലതായിട്ട് തോന്നുന്ന തരത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത അങ്ങേക്ക് നമസ്കാരം. അതായത് ആ ബ്രഹ്മം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. പലതായിട്ട് അത് തന്നെയാണ് എല്ലാമായി മാറിയെങ്കിൽ എല്ലാത്തിനും പല ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് മായയിലൂടെ നോക്കുമ്പോഴെല്ലാം പലതായി ഹിന്ദുവായിട്ട് മുസ്ലിമല്ലായിട്ട് തോന്നും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ലോകത്തെ നിഷ്ഠിച്ച അങ്ങേക്ക് നമസ്കാരം.
ഇനി ശബ്ദബ്രഹ്മം 40 പറയുകയാണ്, സത്വഗുണം സ്വീകരിച്ച സത്വഗുണത്തിലൂടെ ധർമാദി പുരുഷാർത്ഥ ധർമാർത്ഥം കാമം ഇങ്ങനെ പുരുഷാർത്ഥങ്ങൾക്ക് ഫലമുണ്ടാക്കിക്കൊണ്ട് മനുഷ്യർ ധർമ്മ അർത്ഥം കാമമോട്ടത്തിൻ്റെ അനുസരിച്ച് കർമ്മം ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഫലങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഈ ചെയ്യുന്നതെല്ലാം എന്തിൻ്റെ അടുത്താണ്? സത്വ രജോ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന അങ്ങേക്ക് നമസ്കാരം. അതേസമയം ആ ഒരു തത്വത്തെ ഞാൻ അറിയുന്നില്ല. അതായത് വേദങ്ങൾ, ശബ്ദബ്രഹ്മം എന്നെല്ലാം പറയുമ്പോൾ വേദങ്ങളിലൂടെയും പൂർണ്ണമായിട്ടും ആ സത്യത്തെ ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് ബ്രഹ്മദേവനും അറിയുന്നില്ല. അതുകൊണ്ട് മറ്റുള്ള ബ്രഹ്മദേവന്മാരടക്കമുള്ള അവർക്കും യഥാർത്ഥ ഈശ്വരനെ അറിയില്ല. വേദങ്ങളിലൂടെയാണ് പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചത്. വേദത്തിൽ ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും വേദത്തിന് പോലും 100% ആ നിർഗുണമായ ഈശ്വരനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മാദികളായ ഒരു ദേവന്മാർക്കും ആ ഈശ്വരനെ മനസ്സിലാക്കി പറ്റുന്നില്ല. ആ നിർഗുണ സ്വരൂപന് നമസ്കാരം. അപ്പം ബ്രഹ്മത്തെ എങ്ങനെ കാണണം? ഒരു ഗുണവുമില്ലാതെ ഒരു സംഗതിയാണ് ഈശ്വരൻ. ഇനി അഗ്നിദേവൻ പറയുകയാണ്, സ്തുതിക്കുകയാണ്. അഗ്നിക്ക് അറിയുന്ന തരത്തിൽ അഗ്നിക്ക് എന്താ അറിയാം? യാതൊരാളുടെ തേജസ്സിനാൽ, അങ്ങയുടെ തേജസ്സിനാലാണ് ഞാൻ തേജസ്വിയായി ഭവിച്ചത്. അതായത് ഈ തീക്ക് ചൂടുണ്ടായതുകൊണ്ടും ആ ബ്രഹ്മത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. ബ്രഹ്മം ഒരു സയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സയൻസിലൂടെയാണ് എന്തെങ്കിലും തീ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് ഊർജ്ജം പുറത്തേക്ക് വരുന്നത്. അത് സയൻസ് പഠിക്കുന്നവരാണ്. അപ്പോൾ ആ തത്വം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും, അപ്പോൾ അഗ്നിക്ക് ആ തേജസ് ഉണ്ടായതും ആ ബ്രഹ്മത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. ഞാൻ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? യജ്ഞത്തിൽ നെയ്യിൽ കുറിച്ച ഹവിസിനകത്ത് സ്ഥിതി ചെയ്യുന്നു. നെയ്യിൽ കുതിർത്ത ഹവിസിൽ നെയ്യുണ്ട്. അപ്പം നെയ്യിലുള്ള ഘടകമാണ് കത്തുന്നത്. ആ രൂപത്തിലാണ് എണ്ണയിൻ്റെ അകത്ത് പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ടെന്ത് പറയുന്നു? യജ്ഞപാലനം 5 വിധത്തിൽ അവസ്ഥിതനാണ്. ഇതെല്ലാം 5 തരത്തിലുണ്ട്. അഗ്നികളുടെ പ്രവർത്തനങ്ങളും 5 തരത്തിലുണ്ട്. 5 വിധം യജുർമന്ത്രങ്ങളാൽ സംഭവിച്ചതിനായ യജ്ഞമൂർത്തിക്ക് നമസ്കാരം. അത് യജുർവേദത്തിലും 5 തരത്തിലാണ് അതിനെ വർണ്ണിച്ചിരിക്കുന്നത്. അഗ്നിയുടെ പ്രവർത്തനങ്ങളെല്ലാം 5 തിരിച്ചിട്ട് 5 തരത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് യജുർവേദത്തിൽ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. ഇനി 42 ദേവന്മാർ. അതിൻ്റെ എല്ലാം പിന്നിലുള്ളതാരാണ്? അതിൻ്റെ എല്ലാം തേജസ്സിന് കാരണം ആ ബ്രഹ്മം തന്നെയാണ്. അതിലുള്ള സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അഗ്നിക്ക് ഈ തേജസ് എല്ലാം ലഭിച്ചിരിക്കുന്നത്. ഇനി 42 ദേവന്മാർ. 42 ദേവന്മാരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പ്രളയകാലത്തിൽ സ്വയം ഉണ്ടാക്കപ്പെട്ട പ്രപഞ്ചത്തെ ഉള്ളിലൊതുക്കി പ്രളയം വരുമ്പോൾ ഈ അതുണ്ടാക്കിയ പ്രപഞ്ചത്തെ മുഴുവൻ വലിച്ച് അതിൻ്റെ ഉള്ളിൽ ഒതുക്കും. അപ്പം പിന്നെ എന്തേ ഉള്ളൂ? ബാക്കി ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഒതുക്കി യാതൊരു ആദിപുരുഷനായ നിന്തിരുവടി അങ്ങനെ ഒതുക്കുന്ന ആ ശക്തി, അതായത് ആ ബ്രഹ്മം ആ പ്രളയ ജലത്തിൽ. എന്നിട്ട് പിന്നെ എന്തേ ഉള്ളൂ? ആകാശം മുഴുവൻ ഒരു പ്രളയ ജലം മാതിരിയുള്ള അവസ്ഥ. ഊർജത്തിൻ്റെ ഒരവസ്ഥ. ആ ഊർജത്തെയാണ് നാഗമായിട്ടും കാണുന്നത്. അതിൻ്റെ പുറത്ത് റെസ്റ്റ് ചെയ്യുകയാണ് ആര്? ആ ശക്തി, ബ്രഹ്മമല്ല മഹാവിഷ്ണു. അപ്പോൾ ആ പ്രളയജലത്തിൽ എന്ത് ചെയ്യാണ്? ആദിശേഷൻ എന്ന നാഗത്തിൻ്റെ മേലെ ശയിക്കുന്നുവോ. അപ്പോൾ പ്രളയം വരുമ്പോൾ എന്ത് ചെയ്യുക? എല്ലാം ഒതുക്കിയിട്ട് ബ്രഹ്മമായി മാറും. ആ ബ്രഹ്മം, ഊർജവും ബ്രഹ്മവും. അപ്പോൾ അതിനെ ഒരു ദ്വയമായിട്ട് അവിടെ പറയുകയാണ്. ആ ഊർജത്തെ നാഗമായിട്ട്, പ്രപഞ്ചം മുഴുവൻ വളർന്നു കിടക്കുന്ന ഒരു നാഗമായിട്ട് അതിൻ്റെ പുറത്ത് അത് റെസ്റ്റ് ചെയ്യുന്നു. ആ ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം. അങ്ങനെ ഉള്ള ആ ബ്രഹ്മം തന്നെയാണ് ഇന്ന് നമ്മുടെ നേത്രങ്ങളുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നത്. നമ്മളിന്ന് കണ്ണിലൂടെ എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്നു, അതെല്ലാം ഇന്ന് അങ്ങയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കണ്ണിലൂടെയാണ് ഈ ലോകത്തെ ഈ തരത്തിലെല്ലാം വ്യത്യസ്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്.
എന്തിനു വേണ്ടി? ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ വേണ്ടി. അങ്ങനെയുള്ള നമ്മൾ ദേവന്മാർ പറയുന്നതാണ്. അപ്പം ദേവന്മാർ എന്താണ്? ജനസേവ, ഈ ലോകത്തിൻ്റെ സേവകരായി അദ്ദേഹത്തിന് വേണ്ടി സേവിക്കുന്ന സംഗതികളാണ് ദേവന്മാർ. അപ്പോൾ ഞങ്ങളെ എന്ത് വേണം? അങ്ങ് രക്ഷിക്കണേ എന്ന് പറയുകയാണ്. അങ്ങാണ് നമ്മളെ രക്ഷിക്കുന്നത്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം ദേവന്മാരാണ്. അത് നമ്മളെ കണ്ണിലൂട്ടിയാണ് അതിന് രൂപം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമെല്ലാം ആവിഷ്കരിച്ചിരിക്കുന്ന ഈ ശക്തി വിശേഷമാണ്. ആ ശക്തി വിശേഷം ഒരു കാലത്ത് പ്രളയത്തിൽ പോയി ഇല്ലാതെയാണ്. പിന്നെ ആദ്യം വന്നിട്ട് ഇതേപോലെ പ്രത്യക്ഷമാണ്. ഇനി 43 ഗന്ധർവന്മാർ പറയുകയാണ്, മരീചി മുതലായ പ്രജാപതിമാര് ബ്രഹ്മാവും ഇന്ദ്രനും മുതലായ ദേവഗണങ്ങളും പല രുദ്രന്മാരുണ്ടല്ലോ, അവരും അങ്ങയുടെ അംശത്തിൻ്റെ അംശമാണ്. അങ്ങ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന നിർഗുണമായ ശക്തിയുടെ ഒരംശത്തിൽ നിന്നാണ് ഈ ബ്രഹ്മ മഹേശ്വരന്മാർ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായി അതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ബ്രഹ്മാണ്ടമാകട്ടെ അങ്ങയുടെ ഒരു കളിക്കോപ്പുമാരിയാണ്. അങ്ങ് കളിക്കുന്നവര് കളിക്കോപ്പുമാരിയാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവനുള്ള അതിൻ്റെ ഒരു അംശമാണ്. നമ്മുടെ കളിപ്പാട്ടം എന്ന് ഒരു ചെറിയ കുട്ടികൾ കളിക്കുന്ന ഒരു ചെറിയ കളിപ്പാട്ടം ഉണ്ടാവും അല്ലേ? അതുപോലെയാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അങ്ങയുടെ ഒരു കളിപ്പാട്ടമാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ഇനി 44 വിദ്യാധരന്മാർ പറയുകയാണ്. അപ്പം നല്ല ജ്ഞാനമുള്ള വിദ്യാധരന്മാർ ഒരു സത്യം വിളിച്ചു പറയുകയാണ്. അതായത് വേദങ്ങളിലൂടെ ഋഷികളെല്ലാം പറഞ്ഞു തരുന്ന കാര്യമാണ്. സർവപുരുഷാർത്ഥ സാധകമായ ശരീരത്തെ ലഭിച്ചിട്ടും ധർമാർത്ഥം കാമമോക്ഷം ഈ പുരുഷാർത്ഥങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഈ ശരീരം തന്നിട്ടുണ്ട്. അവിടുത്തെ മായാൽ ഇങ്ങനെ ശരീരം തന്നിട്ടുണ്ടെങ്കിൽ അത് മായാൽ കൂടിയിട്ടാണ് ഈ ശരീരത്തിൽ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഞാൻ എൻ്റേത് എന്ന ഒരു ചിന്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ശരീരം തന്നിട്ട് കർമ്മം ചെയ്യാനായിട്ട് എന്നിൽ ഞാൻ എൻ്റേത് എന്നൊരു ചിന്ത ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന അഭിമാനത്താൽ ബുദ്ധി നശിച്ചു പോയി. അതോടുകൂടി നമുക്ക് ബുദ്ധി നശിക്കുന്നു. പിന്നെയെല്ലാം നമ്മളാണ് ചെയ്യുന്നത്, ഞാനാണ് എന്നൊരു ചിന്ത വന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ അതാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ വെറുതെ അതിൻ്റെ പിന്നാലെ ഒരു ഉപകരണം മാത്രം. പക്ഷേ ആ ബുദ്ധി നമുക്ക് കിട്ടുന്നില്ല. ആ ബുദ്ധി നശിച്ചിട്ട് ദുർമാർഗികളായിട്ട് പിന്നെ നമുക്ക് തോന്നുന്ന ദുർമാർഗത്തിലൂടെയെല്ലാം നയിച്ച് അത്യാസക്തി പലതിലും ആസക്തിയായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. എന്നിട്ട് നമുക്ക് ആത്മബോധം തെളിയണമെങ്കിൽ എന്ത് വേണം? തിരുവടിയുടെ സേവയിലൂടെ മാത്രമേ ആത്മസത്യം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സത്യം പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കേണ്ടെങ്കിൽ, ഈ ബ്രഹ്മരഹസ്യം മനസ്സിലാക്കേണ്ടെങ്കിൽ അങ്ങയെ ആശ്രയിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതായത് ഇതെല്ലാം എൻ്റെ മുറ്റേക്ക് ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മമേ ശരണം എന്ന് വെച്ച് പോവുക. ഈ 45 ബ്രഹ്മാവ് പറയുകയാണ്. ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണല്ലോ, അപ്പം പിന്നെ പറയാൻ പ്രയാസമൊന്നുമില്ലല്ലോ. ഭഗവാൻ തന്നെയാണ് യജ്ഞത്തിൽ അവയ്ക്കുന്ന ഹവിസും അഗ്നിയും ആഹൂതിയും മന്ത്രവും ചമതയും ദർഭയും പാത്രങ്ങളും സദസ്യരും മന്ത്രദേവതയും അഗ്നിഹോത്രവും സോമവും നെയ്യും എല്ലാം എന്തായാലും അവിടെ നമ്മൾ യജ്ഞം നടത്താൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അങ്ങ് തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് തന്നെയാണെന്ന് ബ്രഹ്മവറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. എന്നിട്ട് 46 പറയുകയാണ്, യാഗത്തിൻ്റെയും ഋതുവിൻ്റെയും സ്വരൂപമായ അങ്ങ് എല്ലാ യജ്ഞങ്ങളുടെയും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളുടെ എല്ലാം പിന്നിലുള്ള അങ്ങ് ആദ്യം വരാഹമൂർത്തിയായിട്ട് അവതരിച്ചിട്ട് ഭൂമിയെ എന്ത് ചെയ്തു? തേറ്റ കൊണ്ട് കുത്തിയെടുത്തു. പക്ഷെ വരാഹ അവതാരത്തെ പറ്റി പണ്ട് പറഞ്ഞത് ഇവിടെ പറയുകയാണ്. എന്നിട്ട് 47 പറയാണ്, അങ്ങനെയുള്ള അങ്ങയുടെ ദർശനം ആഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് അനുഗ്രഹമേകണേ. അതുകൊണ്ട് അവസാനം ബ്രഹ്മാവ് ഇടപെട്ടിട്ട് പറയുകയാണ്, ഇങ്ങനെയല്ല അവതരിച്ച അങ്ങ് നമുക്ക് ഒരു ദർശനം തന്നാൽ പോകണം. എന്നിട്ട് അനുഗ്രഹമേകണേ.
അങ്ങയുടെ കീർത്തനം ഉരുവിടുമ്പോൾ യജ്ഞത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങണേ. അങ്ങയെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ, അല്ലെ വേദതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ഞങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങണേ. ആ നിന്തിരുവടിക്ക് നമസ്കാരം. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് മൈത്രേയൻ പറയുകയാണ് 46. ഇപ്രകാരം കീർത്തിക്കപ്പെട്ടപ്പോൾ ദക്ഷ പ്രജാപതി ശ്രീരുദ്രനാൽ അലങ്കരിക്കപ്പെട്ട യജ്ഞത്തെ തുടർന്നു നടത്തി. അങ്ങനെ ഇവർ ആ വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് യജ്ഞം ചെയ്യുവാൻ ആരംഭിച്ചു. അപ്പം 49 വിഷ്ണു ഭഗവാൻ തനിക്കുള്ള ഭാഗത്തെ കൊണ്ട് പ്രീതി ജനിച്ചവനെ പോലെ ദക്ഷനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. അപ്പോൾ വിഷ്ണു ഭഗവാൻ തനിക്കുള്ള ഭാഗത്തെ കൊണ്ട് പ്രീതി ജനിച്ചവനെ പോലെ, യജ്ഞത്തിൽ ഓരോ വീതം ഒരാൾക്കാണല്ലോ ചെയ്യുന്നത്. അതിന് ബ്രഹ്മത്തിന് ആർക്ക് വേണ്ടിയാണ്? വിഷ്ണുവിന് കിട്ടിയ, എനിക്ക് കിട്ടി, ഞാൻ സംതൃപ്തനായി എന്ന ഭാവത്തിൽ വിഷ്ണു പറഞ്ഞെങ്കിലും അവിടെ എന്ത് തന്നെ പറഞ്ഞു കൊടുക്കുന്നു? ഈ പ്രപഞ്ചത്തിൽ എന്ത് ചെയ്യുന്നതും എല്ലാം അങ്ങേർക്ക് തന്നെയാണ്. എങ്കിലും അങ്ങേര് എന്ത് ചെയ്ത് എനിക്ക് തരേണ്ടത് അത് ഞാൻ സന്തോഷമായി എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന മുഴുവൻ അങ്ങേരാണ് ചെയ്യിപ്പിക്കുന്നത്, കിട്ടുന്നതും അങ്ങേർക്ക് തന്നെയാണ്. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് മായയിലാണല്ലോ ഉള്ളത്. ശരി, നിങ്ങൾ ചെയ്ത എല്ലാം ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. എന്നിട്ട് ദക്ഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ദക്ഷൻ കൊള്ളാം, നീ ഭൂമിയെല്ലാം നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് പിന്നീട് കിടന്നിട്ട് കളിക്കുന്ന മുഴുവനാരാണ്? ആ ശക്തിയാണ്. ഇത് മായ കൊണ്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പറയാം, ശരി നീ, പക്ഷേ ഈ ചെയ്യുന്ന മുഴുവൻ ആർക്ക് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അവിടെയും മായ പ്രയോഗിച്ചുകൊണ്ട് ദക്ഷനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്, അമ്പതിൽ ലോകത്തിൻ്റെ കാരണം, ചൈതന്യം, നിയന്താവ് എല്ലാം ഞാൻ തന്നെയാണ്. ബ്രഹ്മവും ശിവനും ഞാൻ തന്നെയാണ്. അവസാന ആ സത്യം ഇരിക്കുക ആരോട് പറയാണ്? ദക്ഷനോട് പറയുകയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം, എല്ലാത്തിൻ്റെ പിന്നിലും നീ ഉണ്ടായത് എല്ലാം ഞാൻ മൂലമാണ്. ഈ ബ്രഹ്മവും ശിവനും എല്ലാം ഞാൻ തന്നെയാണ്. വേറെ വ്യത്യാസമൊന്നും ഇല്ല. ഇനി 51 ആ പ്രപഞ്ചരഹസ്യം പറയാണ്, ഈ ഞാൻ സത്യാദി ഗുണങ്ങളെ കൊണ്ട്, സത്വഗുണ രജോഗുണ തമോ, ഈ 3 ലോകത്താണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സത്വാദി ഗുണങ്ങൾ നിമിത്തം സംയോഗമായയെ അവലംബിച്ചുകൊണ്ട് മായയും കൂടി ഒരു മായാലോകമാണ് സൃഷ്ടിച്ചത്. അപ്പം മായ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അപ്പം അദ്ദേഹം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ ന്യൂട്ടൻ്റെ 3 തത്വം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു മായയും കൊണ്ടിട്ട് കണ്ണുകൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് അവസാനം എന്ത് ചെയ്യും? സംരക്ഷിക്കുന്നത്. അവസാനം നശിപ്പിക്കുകയും ചെയ്യും. ആവശ്യമെല്ലാം കഴിയുമ്പോൾ, കാലം കഴിയുമ്പോൾ നശിപ്പിക്കും. അങ്ങനെ സംരക്ഷിച്ചിട്ട്, അപ്പോൾ ആദ്യം സൃഷ്ടിക്കും, സംരക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതേത് ക്രിയകൾക്ക് അതിൻ്റെതായ ധാമം ധരിക്കുന്നു. അത് തന്നെയാണ് എല്ലാമായിട്ട് മാറുന്നത്. എന്നിട്ട് ഓരോന്നിനും ഓരോ കർമ്മം ചെയ്യാനായിട്ട് അത് തന്നെ വന്നിട്ട് പ്രമോദായിട്ട് വന്നിട്ട് പ്രമോദിനെ കൊണ്ട് ചില കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. പ്രമോദാണ് ഇത് ചെയ്യുന്നത്. വേറൊരാളെ കൊണ്ട് വേറൊരു കർമ്മം ചെയ്യിക്കുന്നു. കല്ലായി വന്നിട്ട് കല്ലിനെ കൊണ്ട് ചില ധർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. പട്ടിയായി വന്നിട്ട് പട്ടീനെ കൊണ്ട് ചില ധർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം അങ്ങ് തന്നെയാണ് പല നാമത്തിൽ. അപ്പോഴാണ് നാമം വരുന്നത്. അപ്പോഴാണ് പലതായിട്ട് മാറുന്നത്. ഇവനെന്ന ചിന്തയല്ലേ നാമമുള്ളതുകൊണ്ട്. നാമമില്ലായിരുന്നെങ്കിൽ എല്ലാം ബ്രഹ്മമാകുമായിരുന്നു. അപ്പോൾ ഓരോന്നിനെയും നാമങ്ങൾ വെച്ച് തിരിച്ചു. അവൻ ഹിന്ദു, അവൻ മുസ്ലിമായി, ക്രിസ്ത്യാനി എന്നെല്ലാം പറഞ്ഞ് തിരിച്ചത് ആ ശക്തി തന്നെയാണ്. പക്ഷേ വേദം പറയുന്നു അതെല്ലാം ആത്മീയതയിലേക്ക് തിരിയുന്നവർ ആദ്യം ചെയ്യേണ്ടത് എല്ലാത്തിലും ബ്രഹ്മത്തെ കാണാൻ ശ്രമിക്കുക. ഇനി 52 അങ്ങനെയുള്ള കേവല സ്വരൂപനും
പരമാത്മാവും ഭേദരഹിതനും ഒരു വ്യത്യാസവുമില്ലാത്തവനുമായ ബ്രഹ്മസ്വരൂപമായ എന്നിൽ ബ്രഹ്മാവിനെയും ശിവനെയും സർവചരാചരങ്ങളെയും വേറെ എന്ന നിലയിൽ അറിവില്ലാത്തവർ കാണുന്നു. അറിവില്ലാത്തവരാണ് ഞാൻ വിഷ്ണുവിൻ്റെ ആളാണ്, ഞാൻ ശിവന്റെ ആളാണെന്നെല്ലാം പറഞ്ഞ് നടക്കുന്നത്. എല്ലാം ബ്രഹ്മമായി കാണേണ്ടവര് ആണ് കാണേണ്ടത്. ഞാൻ തന്നെയാണ്, എല്ലാം ബ്രഹ്മമാണ്. പക്ഷേ അറിവില്ലാത്തവര് ഞാൻ വിഷ്ണു, ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും എല്ലാം പലതായി കാണുകയാണ്, സർവചരാചരങ്ങളെയും പലതായി കാണുകയാണ്, ബ്രാഹ്മണരും ക്ഷത്രിയരായിട്ട് എല്ലാം കാണുകയാണ്. ഞാൻ ഞാൻ വിഷ്ണുവിൻ്റെ ആളാണ്, ഞാൻ ശിവന്റെ ആളാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തരംതിരിച്ച് നടക്കുന്നതെല്ലാം അജ്ഞാനമാണ്, അറിവില്ലാത്തവരാണ്. ഇനി 53 മനുഷ്യർ തൻ്റെ ശിരസും കൈയും അന്യത്വം കാണാത്തതുപോലെ എൻ്റെ തലയും എൻ്റെ കൈയും തന്നെ എൻ്റെ തന്നെയാണ്, അതിൽ അന്യമായിട്ട് ഞാൻ കാണാത്തതുപോലെ സർവചരാചരങ്ങളിലും അങ്ങനെ കാണാൻ ശ്രമിക്കുക. എല്ലാം ആ പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ ഓരോ അവയവങ്ങളാണ്. ഇനി 56 പറയുന്ന ഏകത്വ സ്വരൂപനും എല്ലാം ആ ബ്രഹ്മമായിട്ട് കാണുന്നവനും സർവജീവസ്വരൂപനും എല്ലാ ജീവനങ്ങളിലും ആ സ്വരൂപത്തെ ദർശിക്കുന്നവനും ത്രിമൂർത്തികളിൽ ഭേദം കാണാത്തവനും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരങ്ങനെ ഒന്നും മൂന്നായിട്ടില്ല, എല്ലാം ബ്രഹ്മം തന്നെയാണ് എന്ന് ദർശിക്കുന്നവനും നിത്യശാന്തി പ്രാപിക്കും. അവന് മാത്രമേ നിത്യശാന്തി ലഭിക്കുകയുള്ളൂ. എനിക്ക് 56, 54, 55 55 മൈത്രേയൻ പറയാണ്, പ്രജാപതികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഈ ദക്ഷൻ ഈ വിധം വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ തത്വം മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടും മറ്റു ദേവന്മാരെ എല്ലാം അതിൻ്റേതായ നിലയിൽ കണ്ടുകൊണ്ടും വിഷ്ണുവായിട്ട് തന്നെ കണ്ടുകൊണ്ടും ആരാധിച്ചുകൊണ്ട് സൃഷ്ടികർമ്മത്തിലേക്ക് മുഴുകി. എല്ലാം വിഷ്ണുവായിട്ട്, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിഷ്ണുവിൻ്റെ അംശമായിട്ട് കണ്ടുകൊണ്ട്, അപ്പം പിന്നെ എന്ത് തോന്നില്ല, ശിവനും വേറെ ആണ് എന്നൊന്നും തോന്നില്ല. ഞാനും ശിവനും എല്ലാം ഒന്ന് തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ്. ആ നിലയിൽ കണ്ടുകൊണ്ട് അവന്മാരെല്ലാം ആരാധിച്ചുകൊണ്ട്, എല്ലാറ്റിനെയും ആരാധിച്ചുകൊണ്ട് കർമ്മത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ 56 നിയന്ത്രിത മനസ്കനായി, അങ്ങനെ മനസ്സിനെയെല്ലാം നിയന്ത്രിച്ചിട്ട് ഏകാഗ്രചിത്തരായി ശ്രീരുദ്ധനെയും യജ്ഞശിഷ്ടമായ സ്വകീയ ഭാവത്തിൽ എന്ത് ചെയ്തു? സമാരാധിച്ചു. അപ്പോൾ യജ്ഞ അവശിഷ്ടം ആർക്ക് കൊടുക്കില്ല? രുദ്രന് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇത് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. ഇനി പ്രത്യേകിച്ച് രുദ്രന് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ കൊടുക്കുന്ന എല്ലാം ബ്രഹ്മത്തിന് തന്നെയാണ്. അപ്പോൾ ഇനി രുദ്രൻ എന്നതിനോട് ദേവന്മാർ എന്ന നിലയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം രുദ്രൻ തന്നെയാണ്, എല്ലാം ദേവന്മാർ തന്നെയാണ്, എല്ലാം ബ്രഹ്മം തന്നെയാണ്. ആ തലത്തിലുള്ള മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാം ബ്രഹ്മമായി കണ്ടുകൊണ്ട് അദ്ദേഹം, അപ്പം യജ്ഞത്തിൻ്റെ അവശിഷ്ടമല്ല രുദ്രന് അങ്ങനെ ഒരാൾക്ക് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ബ്രഹ്മം തന്നെയാണ്, എല്ലാം രുദ്രനും ബ്രഹ്മം തന്നെയാണ്. അതേപോലത്തെ യജ്ഞം ബാക്കിയുള്ള ദേവന്മാരെ എല്ലാം തന്നെ ഇതേപോലെ കണ്ടുകൊണ്ട് എല്ലാ ദേവന്മാരും ബ്രഹ്മമാണ് എന്ന നിലയിൽ കണ്ടുകൊണ്ട് അദ്ദേഹം യജ്ഞം ചെയ്യുകയും അവസാനം അതെല്ലാം യജ്ഞം കഴിഞ്ഞപ്പോൾ ദീക്ഷാന്ത സ്നാനം ചെയ്യുകയും ചെയ്തു. യജ്ഞം കഴിഞ്ഞതിന് ശേഷം സ്നാനം ചെയ്ത് യജ്ഞം അവസാനിപ്പിച്ചു. 57 തൻ്റെ മഹിമയാൽ തന്നെ സർവാർത്ഥ സിദ്ധി ലഭിച്ചതായ ദക്ഷൻ. അപ്പോൾ ദക്ഷനും സർവാർത്ഥ സിദ്ധി ലഭിച്ചു. തൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്താൽ ഫലിപ്പിക്കാൻ പറ്റിയ കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചു. തൻ്റെ മഹിമയാൽ തന്നെ, തൻ്റെ മഹിമയാൽ തന്നെ ബ്രഹ്മത്തിൻ്റെ മഹിമ, ബ്രഹ്മം തന്നെയാണല്ലോ താനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മേലിലും ധർമ്മത്തിൽ ബുദ്ധിയെ പ്രദാനം ചെയ്ത് ദേവന്മാർ സ്വർഗത്തിലേക്ക് പോയി. മേലിലും നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും ധർമ്മത്തിൽ ബുദ്ധിയെ പ്രദാനം ചെയ്തുകൊണ്ട് ദേവന്മാരും പോയി, അവരവരുടെ വഴിക്ക് പോയി. ദക്ഷനും ഒരു ബുദ്ധി കൊടുത്തു, ശരിയായ ബുദ്ധിയിൽ നയിച്ചുകൊണ്ട് എല്ലാ കർമ്മവും ആ ശക്തിക്കായി.
അതിൽ പിന്നെ രുദ്രനെന്നോ മറ്റുള്ളവരെന്നോ ഒന്നും ചിന്തിക്കാൻ പാടില്ല. ആ തരത്തിലുള്ള ബുദ്ധി ദക്ഷിണ നൽകിക്കൊണ്ട് യജ്ഞം നടത്തിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് എല്ലാ ദേവന്മാരും അവരവരുടെ വഴിക്ക് പോയി. ഇനി 58. അങ്ങനെ 58 പറയുന്നത് ഇപ്രകാരം ദക്ഷന്റെ മകളായ സതീദേവി ആദ്യ ശരീരം ഉപേക്ഷിച്ചിട്ട് ഹിമവാന്റെ പത്നിയായ മേനകയിലൂടെ വീണ്ടും ജനിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. മേനകാദേവിയിലൂടെ വീണ്ടും ജനിച്ചു എന്ന് കേട്ടിരിക്കുന്നു. എന്നിട്ട് 58 പറയുന്നു, 59 പറയുന്നു, പ്രളയകാലത്ത് എല്ലാം പോയി ജലത്തിൽ ആ ബ്രഹ്മത്തിൽ ലയിക്കും. എന്നിട്ട് പിന്നെയും തിരിച്ചു വരുന്നത് പോലെ ഈ ദാക്ഷായണിയം പോയി ലയിച്ചിട്ട് അടുത്ത കാലഘട്ടത്തിൽ ആരുടെ പത്നിയായിട്ട് ജനിച്ചു? ഭർത്താവായിട്ട് ശിവനെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ വന്നു. ഏത് പ്രകാരം എന്നാൽ പ്രളയകാലത്തിൽ എല്ലാം തിരിച്ച് വിഷ്ണുവിൽ ബ്രഹ്മത്തിൽ പോയി ലയിക്കും, പിന്നെ ആദ്യം തിരിച്ചു. അതുപോലെ തന്നെ സതീദേവി ആദ്യം വന്നു, പിന്നെ പോയി ലയിച്ചു, പിന്നെ പിന്നെയും അതേ രുദ്രൻ്റെ ഭർത്താവായി സ്വീകരിച്ചുകൊണ്ട് വേറൊരു നാമത്തിൽ തിരിച്ചു വന്നു. ഇനി 60 പറയാണ്, ശ്രീ പരമേശ്വരൻ്റെ ഈ പ്രവൃത്തി ബൃഹസ്പതിയുടെ ശിഷ്യനും ഭഗവത് ഭക്തനുമായ ഉദ്ധവനിൽ നിന്നാണ് ഞാനിത് ശ്രമിച്ചത് എന്ന് പറയുകയാണ്. എന്നിട്ട് 62 കീർത്തികരവും ആയുസ് വർദ്ധിപ്പിക്കുന്നതും പാപം ഇല്ലാതാക്കുന്നതുമായ ഈ ലീലകൾ, ശ്രീഹരിയുടെ ലീലകൾ ആര് കേൾക്കുന്നുവോ അവരുടെ പാപമെല്ലാം കേട്ടാലും ചൊല്ലിയാലും എല്ലാം, ആരത് പാരായണം ചെയ്യുന്നു, ആര് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പാപമെല്ലാം അകലുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.